കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ദിവ്യാരോഗ്യത്തിലും ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഇന്ന് ഈ പ്രാർത്ഥനാ സമയത്തിൽ, ഈ അത്ഭുതത്തിൻ്റെ സമയത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഒത്തൊരുമിച്ച് ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും വലിയവ പ്രതീക്ഷിക്കുക. വലിയ കാര്യങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്ന് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണ്. വൻ കാര്യങ്ങളെ നടത്തിത്തരുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്കിന്ന് വലിയ പ്രതീക്ഷയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ വലിയ പ്രവർത്തികളെ ചെയ്തു. വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ, വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമായതും ദൈവത്തിൻ്റെ വലിയ ആലോചനകൾ ഇടപെട്ടതും ഒക്കെ കേൾക്കുവാൻ ദൈവകൃപയാൽ ഇടയായി തീർന്നു. യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലേക്ക് വരാനുള്ള ലിങ്ക് അവിടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടക്കത്തിൽ തന്നെ കർത്താവ് എന്നോട് ഫിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് നിയോഗം തരികയാണ്. ഫിന്നി എന്നാണ് പേര്. ആ ഫിന്നിയുടെ ഭവനത്തെ, ഫിന്നി എന്ന് പറയുന്ന ആളുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. ഫിന്നിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് നിൽക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ്. ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. നമ്മൾ തുടർമാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വചന ചിന്ത എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് കൊരിന്ത്യർ, അതെ, 1 കൊരിന്ത്യർ 11:23 മുതൽ. ആമേൻ. നമ്മൾ പുതിയ നിയമത്തെ പറ്റിയാണ്, അതായത് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ വാക്യം തന്നെയാണ്. എന്നാൽ മെയിനായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമമാണ്. പുതിയ നിയമ പ്രാർത്ഥനകൾ, പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. തുടർമാനമായിട്ട് നമ്മളതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒത്തിരി റിസൾട്ടുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥിതികൾ വ്യത്യാസം വരും. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് ലീഗ അപ്പോസ്തല പ്രവൃത്തിയിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. അപ്പോൾ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ ജന്മനാ മുടന്തനായ മനുഷ്യൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായി, യേശു എന്നെ സൗഖ്യമാക്കും. പക്ഷെ പുള്ളി അവിടെ തന്നെ ഇരിക്കുക. പക്ഷെ പൗലോസിൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാലൂന്നി എണീക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ മകൻ സൗഖ്യമായെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ വചനത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ച് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യങ്ങളെ കർത്താവ് അയക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്നും പ്രാർത്ഥിക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്, അതാണ് പുതിയ നിയമത്തിലെ ഈ പുതിയ നിയമം. നമ്മൾ ഇന്നലെ നിർത്തിയത് കർത്താവിൻ്റെ ശരീര രക്തത്തെ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ടില്ല, അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് പലപ്പോഴും മിക്സഡ് ഗോസ്പൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മിക്സഡ് ഗോസ്പൽ, അതായത് നമ്മൾ അറിഞ്ഞ സുവിശേഷത്തെ അതിൻ്റെ അകത്തോട്ട് മിക്സഡ് ആക്കി നമ്മൾ കേട്ട കുത്തിരി കാര്യങ്ങളുണ്ട്. ഇതിന്ന് തുടങ്ങിയതല്ല, ആദ്യമകാലം മുതലേ മിക്സഡ് ഗോസ്പൽ ഉണ്ട്. സുവിശേഷത്തിൻ്റെ അകത്ത് പലതും ചേർത്ത് വെച്ചിട്ട് ഇതും സുവിശേഷമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു സഭയോട് അപ്പോസ്തലനായ പൗലോസ് ലീഗ പഠിപ്പിക്കുന്ന വചനഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തയ്യാറായിക്കോണം. നിങ്ങളുടെ അവസ്ഥകൾ മാറും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും,
ബ്രദറെ, എൻ്റെ കടഭാരവും എൻ്റെ രോഗവും എൻ്റെ പല വിഷയമൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനുമായിട്ട് എന്നാ ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ വചനത്തിൻ്റെ അകത്തിരിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ട സകല അത്ഭുതങ്ങളും. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അകത്ത് നാളെ നമ്മൾ ഈ വാക്യം എടുത്തതാണ്. അപ്പോസ്തലനായ പൗലോസ് ലീഗ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്ക് അവിടെ പറയുകയാണ് വിശ്വാസിയെപ്പറ്റി. അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നമ്മുടെ ഒരു രീതി പറഞ്ഞാൽ മണ്ടന്മാരെ എന്ന് പൗലോസ് ലീഗ. അവർ മണ്ടത്തരം കാണിക്കുന്നു, ബുദ്ധിയില്ലായ്മ കാണിക്കുന്നു, ബുദ്ധിശൂന്യത കാണിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ പൗലോസ് ലീഗ അവരോട് പറയുകയാണ്, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. അപ്പൊ ഇത്രയും ആക്രോശിച്ച് പൗലോസ് ലീഗ അവരോട് പറയണമെങ്കിൽ അത്രത്തോളം അവരൊരു മിസ്റ്റേക്ക് ചെയ്തു. ആ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ലേഖനത്തിൽ പൗലോസ് ലീഗയുടെ വാക്കുകളെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയവൻ ആർ എന്ന് ചോദിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയവനാർ. ഇതൊന്നും മാത്രം ഞാൻ നിങ്ങളോട് ഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിൽ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഒരിക്കലും നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കാണാൻ പോകുന്ന ഒരു വാക്കായിരിക്കും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും വിശ്വാസത്തിന്റെ പ്രസംഗവും. ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും ന്യായപ്രമാണം, ന്യായപ്രമാണം, ന്യായപ്രമാണം. എന്താണ് ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ? പഴയ നിയമത്തിൽ മോശ മുഖാന്തരം ദൈവം ജനത്തിന് കൊടുത്ത ഈ കൽപ്പനയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. നമ്മൾ 10 കൽപ്പന നമുക്ക് പരിചയമുണ്ടല്ലേ? ആദ്യത്തെ 10 കൽപ്പന നമുക്കറിയാം. ആ 10 കൽപ്പന കൂടാതെ ഒത്തിരി കൽപ്പനകളുണ്ട്. പക്ഷെ 10 കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അതൊരിക്കലും മാറത്തില്ല. അതാണ് യേശു വന്നിട്ട് പറഞ്ഞത്, ഇത് ഞാൻ നീക്കുവല്ല, നിവർത്തിക്കുക. ഇത് നിവർത്തിച്ചിട്ട് ഞാനൊരു പുതിയ നിയമത്തെ സ്ഥാപിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് അവിടെ ലേവ്യ പുസ്തകമുണ്ട്. ഈ പുരോഹിതന്മാരുടെയൊക്കെ വസ്ത്രം നോക്കിയാൽ നമുക്ക് തന്നെ അതിശയമാണ്. നിങ്ങൾ അവിടെ നോക്കിയാൽ മതി, ആ വസ്ത്രത്തിൽ പോലും ഒരു ഡിമാൻഡ് കിടപ്പുണ്ട്. പഴയ നിയമത്തിലെ കൽപ്പനകളുണ്ട്. അങ്ങനെ കൽപ്പനകൾ മൊത്തം എന്ത് ചെയ്യണം? ടോംസ് വാർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് ആവശ്യമുള്ളവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊരു കാര്യം പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ട, പകരം നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് എന്ത് ചെയ്യാൻ പോവാണ്? പ്രവർത്തിച്ച് നേടാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പ്രവർത്തിച്ച് നേടാൻ വേണ്ടി ഇറങ്ങിയ ആളുകളെ പറ്റി ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്ത ആരുമില്ല. അത് കഴിയാത്തതിനെ സാധിപ്പാൻ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് റോമാലേഖനം പറയുന്നു. അപ്പൊ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഗലാത്യ സഭയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാരായ ആൾക്കാർ യേശുവിലേക്ക് വന്നതിന് ശേഷം ഇവരെന്ത് ചെയ്തു? നമ്മളെപ്പോലെയുള്ള യേശുവിലേക്ക് വന്ന യഹൂദരല്ലാത്ത ആൾക്കാരെ എന്ത് ചെയ്തു? പയ്യെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ 1200 കൽപ്പനകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ വന്നിട്ട് പറയാൻ തുടങ്ങി, ഇത് അനുസരിച്ചാലും കൂടെയുള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തുള്ളൂ. അതായത് വിശ്വാസം മാത്രം പോരാ. അവിടെ ചുമ്മാ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു, കർത്താവ് ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞു, കർത്താവ് ക്രൂശിൽ മുറിവേറ്റി കഴിഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ വില കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വിശ്വസിച്ചാൽ കിട്ടാൻ പോകുന്നൊന്നുമില്ല. അത് മാത്രം പോരാ, ഈ കൽപ്പനകളും കൂടെ അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഉപദേശം അവരുണ്ടാക്കിയെടുത്തു. അപ്പൊ പൗലോസ് ലീഗ സ്ഥാപിക്കപ്പെട്ട സഭയാണ് ഈ ഗലാത്യ സഭ എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഇത് പൗലോസ് ലീഗ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു വന്നതിന് ശേഷം ഗലാത്യ സഭയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? മനസ്സിലായോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണോ അതോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? അപ്പൊ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത്, നിങ്ങൾ എന്ത് ദൈവത്തോട് ചെയ്തു കൊടുക്കാൻ നല്ല നിൽക്കേണ്ടത്, യേശുവിന്റെ വചനം കേട്ട് ഞാനിത് വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ആ വചനം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ എത്ര ബൗണ്ടറികൾക്കപ്പുറയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയമായിക്കോട്ടെ, ഒറ്റ
രാത്രി കൊണ്ട് കർത്താവ് അത് മുഴുവനും എന്ത് ചെയ്യും? അത്ഭുതമാക്കി മാറ്റും. നിങ്ങളൊന്നും ചെയ്യണ്ട. പ്രവചനം പറയുന്നു, 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇതൊന്നും നിങ്ങളോട് കൃപാനിച്ചിരിക്കുന്നു. നമ്മുടെ ഇടയിൽ കഴിഞ്ഞ ദിവസമൊക്കെ സാക്ഷ്യം കേട്ട് ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു, ആക്സിഡന്റ് ആയിട്ട് 2 മാസമായിട്ട് കാല് മടക്കാൻ പറ്റാതെ ഏന്തി വലിഞ്ഞ് നടക്കുമായിരുന്നു പറഞ്ഞു, അല്ലേ? ആ സഹോദരി എന്ത് സാക്ഷ്യം ഇന്നലെ നമ്മൾ കേട്ടായിരുന്നു, അല്ലേ? യൂട്യൂബിലുണ്ടത്. ആ സഹോദരി പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഒന്ന് ഓർത്തോണം, 2 മാസമായിട്ട് കാല് രണ്ടും മടക്കാൻ കഴിയാതെ വണ്ണം വലിയ ബുദ്ധിമുട്ടിലിരിക്കുമായിരുന്നു. നമ്മൾ കേട്ടതാ സാക്ഷ്യം. സഹോദരി ആ സമയത്ത് കൈ വെച്ചു എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കൈ എടുത്ത് അവിടെ വെച്ചു, യേശു എനിക്ക് രോഗത്തെ വഹിച്ചു എന്ന് വിശ്വസിച്ചു. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞ ആ വേദന കംപ്ലീറ്റ് മാറി. ഇപ്പം നടക്കുന്നതിനോ ഇരിക്കുന്നതിനോ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഏന്തി വലിഞ്ഞ് നടക്കുമായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വന്തം വീട്ടിൽ ഇരുന്നുകൊണ്ട്, സ്വന്തം വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് സ്വന്തം കൈയെടുത്ത് വെച്ചപ്പം ഒരു ട്രീറ്റ്മെന്റും കൂടാതെ, ഒരു മരുന്നും കൂടാതെ, ഒരു കാര്യവും ദൈവസന്നിധിയിൽ കൊടുക്കാതെ സൗജന്യമായി കിട്ടി. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഒത്തിരി സാക്ഷിയുണ്ട്, ഒരു സാക്ഷ്യം മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ ചോദിക്കുകയാണ്, ഇത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് പ്രവൃത്തി ചെയ്തിട്ടാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഒരു ചോദ്യമാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നു. നോക്കണം, ജഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിടുക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ എന്തെങ്കിലും നേടാം എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവസന്നിധിയിലത്തെ കാര്യം ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ എന്ന് ഞാൻ ബ്രദറെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഡിമാൻഡ് കാണിച്ചുകൊണ്ട് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ സഹായമോ ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും ലഭിക്കണമെങ്കിൽ ബൈബിൾ പറയുന്നു, വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട്, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടിട്ട്. വിശ്വാസത്തിന്റെ പ്രസംഗം എന്ന് പറയുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അപ്പൊ ക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നത് കേൾക്കുമ്പോൾ, ഞാനത് ആമേൻ പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? പരിശുദ്ധാത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടും. ആമേൻ. ഇവിടെ വചനം പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. ശ്രദ്ധിച്ചോണം, ആത്മാവ് വന്നിട്ട് നമ്മുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ നടക്കും. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വീര്യപ്രവർത്തികൾ നടക്കും, മിറക്കിൾസ് നടക്കും. മനസ്സിലാകുന്നുണ്ടോ? മിറക്കിൾസ് നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നാ അതിന്റെ അർത്ഥം. എത്ര പേര് അത് വിശ്വസിക്കുന്നു? അവർ മാത്രം ആമേൻ പറഞ്ഞ് ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തിയെ സ്വീകരിക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിന്റെ വചനം കേട്ടിട്ട് ആ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആമേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വചനത്തെ സ്വീകരിക്കുകയാണ്. അതാ ഞാൻ തുടക്കത്തിൽ ആ സാക്ഷ്യം ഒന്ന് കൂട്ടി പറഞ്ഞത്. ആ സഹോദരി സ്വന്തം ഭവനത്തിലിരുന്ന് എൻ്റെ അടുക്ക് വന്നിട്ട് പോലുമില്ല. ഈ ഒരു സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം മൊബൈലിൽ ലോഗിൻ ചെയ്ത് ലിങ്ക് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് സ്വന്തം കൈയെടുത്ത് 2 മാസമായിട്ട് മടക്കാൻ കഴിയാതെ ഏന്തി വലിഞ്ഞു നടക്കുന്ന കാലയിലോട്ട് കൈയെടുത്ത് വെച്ചിട്ട് ആ പ്രാർത്ഥനയുടെ കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞ് യേശുവിന്റെ തിരുമുറിവിൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു പറഞ്ഞ മാത്രയിൽ ആ വേദന പൂർണ്ണമായി മാറി, കാലുകൾ സൗഖ്യമായി. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ആ സഹോദരി കേട്ടത് കാലിന്റെ വേദന മാറാൻ വേണ്ടി ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള പ്രവൃത്തിയല്ല, പകരം വിശ്വസിക്കുക. ഇതാണ് ജഡം എന്ന് പറയുന്നത്. ജഡം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു, നമ്മുടെ ശരീരത്തിൻ കൊണ്ട് എന്ത് ചെയ്യുവാൻ നോക്കുന്നു ദൈവസന്നിധിയിൽ, അതൊക്കെയും ജഡമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നേർച്ചകളോ കാഴ്ചകളോ ഒന്നുമില്ല. ഒരു നേർച്ച നേർന്നാൽ അത്ഭുതം നടക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബൈബിൾ വിരുദ്ധമാണത്. പഴയ നിയമ വിശ്വാസമാണ്. പുതിയ നിയമത്തിൽ നമുക്കത് എതിരാണ്. ഹല്ലേലൂയ. എന്നാൽ ബൈബിൾ പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. ഇത് ബൈബിളാ, ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് വേണം ഇത് വായിക്കാൻ. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. 2 കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന്,
നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ നടക്കുന്നതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നൽകിയത് കൊണ്ടാണ്. ഒരു ചോദ്യമാണ്, അത് നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ അതോ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണോ? നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ട് തന്നെയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അവന് നീതിയായി കണക്കിട്ടുവല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അബ്രഹാമിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് അബ്രഹാം ദൈവത്തിന്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല, കർത്താവ് പറയുന്നതിനെ വിശ്വസിച്ചു. ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പിൽ നിന്ന് തന്നെ, കർത്താവേ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സം. കർത്താവേ ഞാൻ എന്തുവാ കർത്താവേ ദൈവസന്നിധിയിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത്? ഇതെന്താ അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് എന്നാന്നറിയാം, നമുക്ക് എന്തോ ഉണ്ടെന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. കൈയും കാലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, കാഴ്ചയില്ല മനുഷ്യന്, അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ കഴിയത്തില്ല, പരസഹായം കൂടാതെ അദ്ദേഹത്തിന് ഒരാളുടെ പരസഹായം കൂടാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കണ്ടീഷനിൽ ഒരു മനുഷ്യൻ ഇരിക്കുവാന്ന് വിചാരിക്കട്ടെ. ആ വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു തരാം, ഞാൻ എന്താണ് സഹോദര നീ എന്നെ സഹായിക്കേണ്ടതിന് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ മനുഷ്യന് ചോദിക്കാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ എല്ലാ ദിവസവും ചുമന്നുകൊണ്ട് ഭിക്ഷയാചിക്കുവാൻ വേണ്ടി ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആളുകൾ ഇരുത്തുവായിരുന്നു. അതിൻ്റെ അർത്ഥം അയാൾക്ക് സ്വന്തമായിട്ട് പോലും നടന്നു വരാൻ കഴിയത്തില്ല, ഭിക്ഷയാചിക്കാൻ പോലും. ആൾക്കാർ ചുമന്നുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഇരുത്തും. വൈകുന്നേരം ആകുമ്പോൾ അവർ എന്ത് ചെയ്യും, പുള്ളി എടുത്തുകൊണ്ട് പോകും. നമ്മൾ തിരിച്ചറിഞ്ഞോണം, നമ്മൾ ദൈവസന്നിധി പോയി ഡിമാൻഡ് കാണിക്കരുത്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ നിയമ വിശ്വാസി എന്ന് പറഞ്ഞാൽ യേശുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാ. എപ്പോഴും പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാനൊരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം. എന്താണോ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, എന്താണോ നിങ്ങൾ സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ പറയണം, എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മുഖാന്തരം ഞാൻ ആ വിഷയം, നിങ്ങളുടെ വിഷയം പറയണം. ഒരു നിമിഷം അതിനുവേണ്ടി ഞാനൊരു അവസരം തരാൻ പോവുകയാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ലൈവിൽ കാണുന്നവരായിക്കോട്ടെ, സൂമിൽ കാണുന്നവരായിക്കോട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം. എന്താ നിങ്ങളുടെ വിഷയം? രോഗമായിക്കോട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളി ആയിക്കോട്ടെ, അത് പറ. ആ വിഷയത്തിന്റെ മേൽ ഞാൻ അത്ഭുതമായി തീർന്നിരിക്കുമെന്ന് പറയണം. 1-2 മിനിറ്റുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ. യേശുവിൻ്റെ നാമം ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ മേലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ, ഇവിടെ കേട്ടതുപോലെ വീര്യപ്രവർത്തികൾ വെളിപ്പെടാൻ വേണ്ടി പോവുക. ഇപ്പോൾ ഈ നിമിഷം വീര്യപ്രവർത്തികൾ വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ കുറവുകളോ രോഗമോ ഏത് ബന്ധനമോ ആയിക്കോട്ടെ, ഈ നിമിഷം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന വിഷയങ്ങൾ, അതെന്താ നിങ്ങളുടെ വിഷയം, അത് പറഞ്ഞു. ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ അത്ഭുതമായി തീർന്നിരിക്കുന്നു, എൻ്റെ കർത്താവിനാൽ ഞാനത് തീർന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഗലാത്യ സഭക്കാര് അപ്പോസ്തലനായ പൗലോസ്ലീഹ വന്ന സമയത്ത് ഈ 1200 കൽപ്പനകളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് അവര് മൊത്തം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോന്നൊക്കെ ചെയ്തു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇടയിലും ഇഷ്ടംപോലെ ആചാരങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടോ? ഒട്ടുമുക്കാലും ആലയങ്ങളിൽ, നമ്മൾ പോകുന്ന പല ആലയങ്ങളിലും ഒത്തിരി ആചാരങ്ങൾ കാണുമ്പോൾ ഓർത്തോണം, ഇതേപോലെ വിശ്വാസത്തിന്റെ എതിരായി കൊണ്ടുവന്നതാണ്. എന്താണ് വിശ്വാസം? യേശുക്രിസ്തു എന്താണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തിരിക്കുന്നത്, ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ആ വിശ്വാസത്താൽ മൂവ് ചെയ്യുന്നതല്ലാതെ, അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇന്നത് ചെയ്യണം, ഇന്ന നേർച്ച ഇട്ടാൽ, ഇന്ന നേർച്ച നേർന്നാൽ ദൈവത്തിന്റെ വലിയ അത്ഭുതം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഓടിപ്പോയി നമ്മൾ നേർച്ച ഇടും. കണ്ടിട്ടുണ്ടോ? ഇട്ടിട്ട് പറയുമ്പോഴേക്കും നമ്മൾ പറയും, അയ്യോ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ആ നേർച്ച ബലം കണ്ടു. ബൈബിളിൽ വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു പ്രവൃത്തിയും എന്ത് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവോ ദൈവമോ അല്ല, ഞാൻ പറയുന്നതല്ല. ഈ വചനം വ്യക്തമായി പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തിയല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്. അതിന്റെ തൊട്ട് താഴെ പറയുക, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പൊ നേരെ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്ന ആരെ പറ്റിയാ? നേരെ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്ന ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമിനെ പഠിപ്പിക്കുക. ആരാണ് അബ്രഹാം? അബ്രഹാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ അബ്രഹാമിനെ കൊണ്ടുവന്ന് നേരെ ഇത്രയും പറഞ്ഞിട്ട് പൗലോസ്ലീഹ എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ബന്ധപ്പെടുത്തിയത്?
മറ്റൊന്നുമല്ല, അബ്രഹാമിന്റെ ജീവിതം മൊത്തവും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചതുകൊണ്ട് അബ്രഹാം രക്ഷപ്പെട്ടത്. നമ്മൾ ഇന്നാൾ അബ്രഹാമിനെ പറ്റി പഠിച്ചായിരുന്നല്ലേ? കൽദേറ പട്ടണമായ ഊരിൽ നിന്നും തലമുറകളില്ലാതെ ഭാര്യയും ഭർത്താവും വ്യാകുലപ്പെട്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. എബ്രായ ലേഖനം പറയുന്നു, താൻ എങ്ങോട്ട് പോകുന്നു എന്ന് താൻ അറിഞ്ഞില്ല, താൻ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിഞ്ഞു. അങ്ങനെ സാറായും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നെണ്ണി ഒരു പ്രവൃത്തിയും ചെയ്തില്ല. തലമുറയെ കിട്ടാൻ വേണ്ടി ഏത് നേർച്ചയാണ് നേർന്നത്? ഒന്നും നേർന്നില്ല. തലമുറയെ കിട്ടാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പോയത്? ഒന്നും ചെയ്യാൻ പോയില്ല. വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. അതുകൊണ്ട് ഗലാത്യ സഭയോട് പൗലോസ്ലീഹ പരിചയപ്പെടുത്തുന്നു, ആദ്യം നിങ്ങൾ പിതാവിനെ പഠിക്കുപോയി. അബ്രഹാം പിതാവ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അബ്രഹാം പിതാവ് 1200 കൽപ്പന അനുസരിച്ചത് കൊണ്ടല്ല, പകരം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവുക. എങ്ങനെ? വിശ്വാസത്താൽ. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, രോഗത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് തുടരാനാണോ ആഗ്രഹം? എൻ്റെ രോഗത്തിൽ നിന്നും പുറത്തു വരാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അങ്ങനെയെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവ് ക്രൂശിൽ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അത് തന്നെയും പിന്നെയും പറയുക, കേൾക്കുക, ആമേൻ പറയുക, കേൾക്കുക, ആമേൻ പറയുക. പിന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ തുടരാൻ കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവൃത്തികൾ നിങ്ങളുടെ മേലേക്ക് ഇറങ്ങി വരും. ആമേൻ. ഇനി എന്താ അത് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായകനല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹായകനാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായകനല്ല. അപ്പോൾ ഒരാൾ എന്നെ സഹായിക്കാൻ വേണ്ടി വരുമ്പം ഞാൻ അങ്ങോട്ട് പറയുക, ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ തെറ്റാണ്. നമ്മൾ പഠിച്ച മലയാളം ഗ്രാമർ പ്രകാരം ഒരാൾ എന്നെ സഹായിക്കാൻ വന്നാൽ അയാളോട് ഞാൻ തിരിച്ചു ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അയാൾ പറയും, തെറ്റാ നിങ്ങൾ പറഞ്ഞത്. അതിന്റെ കാരണം, സഹായിക്കാൻ വന്നാൽ നമ്മൾ അദ്ദേഹത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുക. അപ്പോൾ ഒരാൾ എന്നെ സഹായിക്കണമെങ്കിൽ ഞാൻ കഴിവില്ലാത്ത ആളായതുകൊണ്ടല്ല എന്നെ സഹായിക്കാൻ വരുന്ന ആണോ അല്ലയോ? എന്നെ ഇപ്പോൾ ഒരാൾ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോൾ കഴിവില്ല, അതുകൊണ്ട് എനിക്കൊരു സഹായകൻ. ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിപ്പാൻ, ബലഹീനതയിൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പൊ ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ഇടയിൽ വീര്യം പ്രവർത്തിക്കണമെന്നാ. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് എന്ത് കിടപ്പുണ്ട്? വിശ്വാസത്തിന്റെ പ്രമാണത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തിയുടെ ആശയങ്ങൾ കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ കുടഞ്ഞുകള എന്നിട്ട് പറയും, കർത്താവേ, എനിക്ക് എന്തായാലും അങ്ങയുടെ മുമ്പിൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ഇന്നാളൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് ഇനി തലകുത്തി മറിഞ്ഞാലും കാർ ഓടിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെന്നിരിക്കട്ടെ, ഇനി എത്ര വില കൂടിയ കാർ ഞാൻ മേടിച്ചാലും, എത്ര ഫെസിലിറ്റി ഉള്ള വണ്ടി മേടിച്ചാലും, എത്ര നല്ല റോഡിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടാലും, എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തോടത്തോളം കാലം എനിക്ക് ആ വണ്ടി അവിടെ നിന്ന് അനക്കാൻ കഴിയത്തില്ല. തിരിച്ചറിഞ്ഞോണം, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. എൻ്റെ ദൈവത്താൽ ഞാൻ സാക്ഷിയായി തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ പോയിട്ട് നിങ്ങൾ വലിയ ഡിമാൻഡൊന്നും കാണിക്കരുത്. കർത്താവേ, ഞാൻ അത് ചെയ്തോളാം, ഇത് ചെയ്തോളാം, ഇങ്ങനെ നേർന്നോളാം. ഒന്നും ചെയ്യണ്ട. വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്ക്, എന്നിട്ട് ആമേൻ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ അവസ്ഥകൾ മാറിയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ആ അവസ്ഥയിൽ തുടരുവാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? പിശാചിന് ഏറ്റവും ഭയപ്പെടുന്ന ഒരവസ്ഥ ഏതെന്നറിയാവോ? പിശാചിന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവൻ അടുക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുമാറിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പോകരുത്. ചിലർ പറയാറുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തു. എന്താ ചെയ്തത്? കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനത്തെ അനുഗമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും ബൈബിൾ പരിശോധിക്കണം. ഇനി ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറ്റാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം. ബൈബിളിൻ്റെ ഒരറ്റത്ത് നിന്ന് എടുക്കുന്ന വചനം ഒറ്റ വാക്യമാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഈ വാക്യം ഇപ്പം ഇത് ഞാൻ വായിക്കുവാന്ന് വിചാരിച്ചു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്തിക്കും, ഇതെന്തുവാ എഴുതി വെച്ചിരിക്കുന്നത്? അബ്രഹാം വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ വചനം എഴുതാൻ കാരണം? അന്വേഷിക്കണം.
ഈ വചനത്തിന് എപ്പോഴും ഒരു ഇണയുണ്ടായിരിക്കും. ഈ വചനം ഇണയില്ലാതിരിക്കത്തില്ല. ഇതെന്തോ കാര്യം പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിലുള്ളത്. ബൈബിൾ എപ്പോഴും അങ്ങനെയാണ്. ഒരു വാക്യം വെച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ വന്നാൽ തൊട്ട് മുകളിലത്തെയും താഴത്തെയും വാക്യങ്ങളും കൂടെ നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്? ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രായമുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, ഒരു അമ്മച്ചി വന്നിട്ട് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു സർപ്പത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഒരു സർപ്പത്തെ ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ദൈവശക്തിയാൽ അതിനെ വെട്ടി മാറ്റാൻ വേണ്ടി പോവുക. ഇനി ഒരു വിഷയം ഉണ്ടാകത്തില്ല. ആ തടസ്സമായി നിന്ന പിശാചിൻ്റെ ഒരു അടയാളത്തെ ഞാൻ വെട്ടി മാറ്റുന്നു എന്ന് പറഞ്ഞ ഉടനെ അമ്മച്ചി പറഞ്ഞു, എനിക്ക് മനസ്സിലായി ബ്രദറെ, എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി. പല സ്ഥലങ്ങളിലും പോയപ്പം അതെനിക്ക് വെളിപ്പെട്ടു. എനിക്കിപ്പം മനസ്സിലായി, പണ്ട് ഞാൻ യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നേർച്ച സർപ്പത്തിന് വേണ്ടി നേർന്നായിരുന്നു. അത് ഞാൻ മറന്നുപോയി ചെയ്യാൻ. ഞാനത് നേർന്നിട്ട് വരാതാണ്. ഞാൻ പറഞ്ഞു, അല്ല അമ്മേ, അങ്ങനെ നേരുന്ന കാര്യമല്ല പറഞ്ഞേക്കാം, അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം എന്നോടൊരു വാക്ക് പറഞ്ഞു, ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, നേർച്ച നേർന്നാൽ അത് നിവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എവിടെയാ അത് എഴുതി വെച്ചിരിക്കുന്നത്? പഴയ നിയമത്തിൽ. അതാ ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനം പ്രവൃത്തിയാലാണ്. അത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇങ്ങനെ ചെയ്താൽ നീ രക്ഷപ്പെടും. നമ്മൾ ഇന്നലെ ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ മുഴുവൻ വായിച്ചു. ഇത് മൊത്തവും കേട്ടനുസരിച്ചാൽ നീ വാലല്ല തലയാകും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചാൽ, കണ്ടോ, മറ്റേത് പ്രവർത്തിച്ചാൽ, അനുസരിച്ചാൽ, ഇവിടെ പറയുന്നത് വിശ്വസിച്ചാൽ. യേശു ക്രിസ്തു വന്നിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കെന്നറിയോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നിൽ വിശ്വസിച്ചാൽ ഒരു നാളും നശിക്കത്തില്ല. വ്യത്യാസം മനസ്സിലായോ? എന്താ കാരണം? ഇവിടെ ക്രിസ്തു എന്തോ വലിയൊരു കാര്യം ക്രൂശിൽ ചെയ്തു. അത് മറ്റൊന്നുമല്ല, എൻ്റെ പാപ പരിഹാരത്തിനു വേണ്ടിയും എന്നെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള തടസ്സങ്ങളെ മുഴുവനും മാറ്റി എന്നെയും ദൈവത്തെയും തമ്മിൽ യേശു മുഖാന്തരം ഒരു ബന്ധത്തിലാക്കി വെച്ചിരിക്കും. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാനത് ചെയ്തു തരും. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെ, അതുകൊണ്ട് ഞാനോട് അറിയാം, പലപ്പോഴും പലരും ബ്രദറെ, ഞങ്ങൾ ഈ പ്രാർത്ഥന തന്നെ പിന്നെ യൂട്യൂബിലൊക്കെ കേട്ടുകൊണ്ടിരിക്കും. കേട്ട് ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി സാക്ഷ്യമുണ്ടല്ലേ. അതെന്താ അവരിൽ സംഭവിക്കുന്നറിയാവോ? അവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം അവർ അകത്തോട്ട് വിശ്വാസത്തിൻ്റെ പ്രസംഗം കയറുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രസംഗം കയറിക്കഴിഞ്ഞാൽ ആര് വരുമെന്നറിയാവോ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് വന്നാൽ എന്നാ സംഭവിക്കുന്നറിയാവോ? വീര്യപ്രവർത്തികൾ അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ആമേൻ. അപ്പൊ പുതിയ നിയമം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ ദിവസങ്ങളിൽ പറയണം, ഞാൻ രക്ഷപ്പെടും, എൻ്റെ സ്ഥിതി മാറും, എൻ്റെ ദൈവത്താൽ ഞാൻ സാക്ഷ്യമായി തീരും, ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷ്യമായി തീരും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച എല്ലാവരും നന്ദി പിതാവേ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, നിങ്ങളെ കാണുന്ന ഓരോരുത്തരെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമുക്ക് വിശ്വസ്തനും, ദൈവം നമുക്ക് വാക്ക് മാറാത്ത ദൈവമാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകത്തില്ല, നിരാശപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തെ പാഞ്ഞെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. നിങ്ങൾ ഇന്ന് യേശുവിൻ്റെ സാക്ഷികളായി തീരുകയാണ്. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു, യേശുവേ ഞാൻ മഹിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണും. മഹിമ എന്ന് പറയുന്ന ഒരു മോളെ കർത്താവ് ഇങ്ങനെ സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. മഹിമ എന്ന പേര്, മഹിമയെ കർത്താവ് സ്പർശിക്കുന്നു. മഹിമയുടെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ തന്നെ കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നിരാശ തളം കെട്ടിക്കിടക്കുന്ന ഒരു ഭവനമാണ്. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കും, ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടത്തില്ല, കരകയറാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുവാൻ ആ വീട്ടിനകത്ത് തന്നെ ഒരു സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ കേൾക്കുകയാണ്. ഇന്ന് ആ ഭവനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് പറയുന്നില്ല, യേശുവിൽ വിശ്വസിക്കുക, കരകയറുക മാത്രമല്ല ദൈവത്താൽ ഇന്ന് സാക്ഷ്യമായി തീരുവാനിടയായിത്തീരും. എല്ലാവരും പ്രാർത്ഥിച്ചു, യേശുവേ രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് ഇന്ന് കൈവച്ച്
ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറയുന്നു, ഈ സെപ്റ്റംബർ 19 എന്നുള്ള ഡേറ്റ് എന്നെ കർത്താവ് എടുത്തു കാണുക. അതോടൊപ്പം തന്നെ 15 എന്നുള്ള ഒരു ഡേറ്റ് കലണ്ടറിൽ വട്ടത്തിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു കലണ്ടർ, ഈ സെപ്റ്റംബർ അല്ല, കലണ്ടറിൽ 15 എന്നുള്ള ഡേറ്റ് ഇങ്ങനെ വട്ടത്തിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് കാണുകയാണ്. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി, ആ കുടുംബത്തിൻ്റെ മേലുള്ള തലമുറകളെ ദൈവം തൊട്ടിട്ട് അസൂയ തോന്നുമാറ് വളർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം കാണുന്ന രീതിയിൽ കർത്താവ് ഉയർത്താൻ വേണ്ടി പോവുക. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു, യേശുവേ അങ്ങയുടെ നാമം ഇന്ന് ആ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യാൻ ആരെങ്കിലും പറയുവാണ്, സഹോദര സഹോദരി ഇന്നത് ചെയ്താൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു, അല്ല ചായ, ഞാൻ യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആളാ. ബൈബിൾ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവ് ഇത് പറയുന്നത് പനി പിടിച്ച് കിടന്നപ്പോഴല്ല, തലവേദനക്കാരനോടല്ല, മരിച്ച് നാറ്റം വന്ന ഡെഡ് ബോഡിയുള്ള ഭവനത്തിൽ പോയിട്ട് യേശു പറഞ്ഞു, ഇപ്പോഴും നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഡെഡ് ബോഡിക്ക് എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. ഡെഡ് ബോഡിക്ക് ഇനി സ്വോത്രം പറയാൻ പറ്റൂ? ഇല്ല. ഡെഡ് ബോഡിക്ക് ഇനി വല്ല നേർച്ച കൊടുക്കാൻ പറ്റൂ? ഇല്ല. ഡെഡ് ബോഡിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ? ഇല്ല. ലാസറേ, നീ കിടക്കുന്ന കിടപ്പിൽ 4 ദിവസമായി മരിച്ചു, നാറ്റം വന്നു, നിനക്കൊരു ആമേൻ പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, വിശ്വസിക്കാൻ തയ്യാറാണ് കുടുംബക്കാര്, നിങ്ങളുടെ മരിച്ചുപോയ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി പോവാ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കേട്ടോ, ജീവനോടെ ഇരിക്കുന്നവരെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ അവസ്ഥകളെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രവചിച്ചു പറയുക, നിങ്ങളുടെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ തളർത്തുന്നത്, കരയിപ്പിക്കുന്നത്, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ തുടരുവാൻ അനുവദിക്കരുത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്ന രോഗത്തെ പുറത്താക്കുന്നു. രോഗശക്തിയെ നിങ്ങൾ പറയണം, ഷുഗറും പ്രഷറും അതും ഇതുമൊക്കെ ആയിട്ട് ഇരിക്കാനല്ല എൻ്റെ യേശു. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന രോഗമായിട്ടല്ല കേട്ടോ, ചിന്തിച്ചോണം. രോഗവുമായിട്ട് ദൈവത്തെ നിങ്ങൾ പിശാചും നിങ്ങളും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രോഗിയായി നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. പ്രശ്നവും പ്രതികൂലവും പ്രതിസന്ധിയുമായിട്ട് ദൈവത്തെ ഇതൊന്നും ചേരത്തില്ല. നമുക്കൊരിക്കലും പാലിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുടിക്കാൻ പറ്റത്തില്ല. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി അത്രയ്ക്കും നമുക്കറിയാം, അത് പറ്റത്തില്ല. പിന്നെ അങ്ങനെയെങ്കിൽ രോഗികളായി ഭാരപ്പെടുന്നവർ, സമാധാനമില്ലാത്തവർ, നിങ്ങളോട് ഞാൻ പറയുന്നു, യേശുവിനെ ഞാൻ ആരാധിക്കും. എങ്ങനെ ആരാധിക്കുന്നത്? സന്തോഷത്തോടെ, തുള്ളിച്ചാടി, സമാധാനത്തോടെ, സൗഖ്യത്തോടെ, യേശുവിൻ്റെ നാമം. ഇതിനു വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അല്ലാതെ നിങ്ങൾ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, നിങ്ങൾ ഈ രോഗിയായി തകർന്നിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞാനും മരിക്കാൻ നടക്കുവാന്നല്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ, ജീവനിൽ വാഴാൻ വേണ്ടിയാ യേശു ക്രൂശിൽ മരിച്ചു. ഞാൻ വീണ്ടും പറഞ്ഞു, ജന്മനാ ഉള്ള അസുഖങ്ങളായിക്കോട്ടെ, ഇനി കാലില്ലാത്തതായിക്കോട്ടെ, കണ്ണില്ലാത്തതായിക്കോട്ടെ, കൈവച്ചേ ഒരു മുടക്കും ഇല്ല നമുക്ക്. ബൈബിൾ പറയുന്നു, മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും. മരിച്ചവൻ ഉയർപ്പിക്കാൻ കർത്താവിന് പറ്റുമെങ്കിൽ ഒരു പുതിയ കാലുണ്ടാക്കാനോ, കണ്ണുണ്ടാക്കാനോ, ചെവി ഉണ്ടാക്കാനോ, പുതിയൊരു അവയവം സൃഷ്ടിക്കാനോ എൻ്റെ ദൈവത്തിന് ഒരു പാടുമില്ല. കർത്താവ് ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ആരാ ഏറ്റെടുക്കുന്നത്? ആരാ ഏറ്റെടുക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഏറ്റെടുക്കുന്നതോട് ഞാൻ പറയും, നിങ്ങളുടെ അവസ്ഥകൾക്കകത്ത് വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പിതാവേ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികൾ ഇപ്പോൾ ഈ നിമിഷം ഏറ്റെടുത്തി പിറുപിറുക്കുന്നവനും, ഞാൻ പറഞ്ഞു, നിങ്ങളെ ഭിന്നിപ്പിക്കുന്നവനും, കുറ്റം പറയുന്നവന്റെ പുറകെ പോകാതെ യേശുവിന്റെ പുറകെ പോകൂ. യേശുവിൻ്റെ പുറകെ വാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കും. എൻ്റെ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പം 2 സഹോദരിമാരുള്ള ഭവനത്തെ കർത്താവ് കാണിക്കന്നെ. ഒരു മാതാവ് ഇത് കേൾക്കുന്നുണ്ട്. ആ മാതാവിന് 2 മക്കളുണ്ട്. ആ 2 പെൺമക്കളെയും കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഇന്ന് തൊടുക. എസ്സിലാണ് ആരംഭിക്കുന്ന പേരുകൾ ഞാൻ കാണുന്നത്. 2 പേരുടെയും പേരുകൾ തുടങ്ങുന്നത് എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 2 പേരുകളുള്ള ഈ മക്കളെ ഇന്ന് കർത്താവ് സ്പർശിക്കുന്നു. ആ മാതാവിനോട് പറയുന്നു, അവരെ ഓർത്തിന് വ്യാകുലപ്പെടേണ്ട, കർത്താവ് ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഓ യേശുവേ, ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്വീകരിച്ചേ. ആ വേദന ഉള്ള ഭാഗത്തോട്ട് കൈവെക്ക്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാതെ കൈയെടുത്ത് അങ്ങോട്ട് വെച്ചേ. എന്നിട്ട് പറ, യേശു എൻ്റെ വേദന വഹിച്ചതാ. ഏത് രാജ്യത്ത് നിങ്ങൾ ഇരുന്നോട്ടെ, ആ തലമുറയെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഭാവി ഇപ്പൊ തുറക്കാൻ പോവാ. അടഞ്ഞ വാതിൽ തുറക്കാൻ പോവാ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, സാക്ഷിയായി തീരും.
യേശു ജീവിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, യേശു ജീവിക്കുന്നു. യേശുവിൻ്റെ കൂടെയാണ് നാം ജീവനിൽ വാഴുന്നത്. ഹല്ലേലൂയ. ഇന്ന് എക്സാം ഉള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ജയം നിങ്ങളുടെ മേൽ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ ഏത് പ്രതിസന്ധിക്കകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്, ഈ നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഇതിന് ശേഷം ഒരു പ്രാർത്ഥനയിൽ ഈ നിമിഷം ഏറ്റെടുത്തോണം. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം തിരുത്തി കുറിക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോപ്പാ. യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലപ്പാ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് തൊട്ട് അത്ഭുതമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇന്ന് ഈ നിമിഷം ഏറ്റെടുത്താട്ടെ. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അതിരുകൾ വിസ്താരമായിരിക്കും. നമ്മൾ കേട്ടത് യേശുവിൻ്റെ സുവിശേഷമാണ്. നന്ദി പിതാവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു ഒരു 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 വ്യക്തിയുടെ പേര് എൻ്റെ കർത്താവ് വെളിപ്പെടുത്തുക. ഗീതാഞ്ജലി എന്നുള്ളൊരു പേര്. ഈ പേര് ശ്രദ്ധിച്ചോണം. ഗീതാഞ്ജലി എന്നൊരു പേര് ദൈവാത്മാവിനെ കാണിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കും. ഗീതാഞ്ജലിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തെ കർത്താവ് ചെയ്യാൻ പോവുക. ഗീതാഞ്ജലി എന്ന പേര് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുന്ന കർത്താവ്, ഞങ്ങളതിനെ പകരുന്നപ്പാ. ഈ നിമിഷം ആ ശൂന്യമായ കരങ്ങൾ നിറയാൻ വേണ്ടി പോവാം. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ഞെരുക്കങ്ങൾ, ഞാൻ നാശത്തിൽ പോകുന്നത് കണ്ടുകൊണ്ട് ചിരിക്കുവാൻ കർത്താവിനെ പറ്റത്തില്ല കേട്ടോ. തിരിച്ചറിഞ്ഞോണം. എനിക്കൊരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തോടു കൂടെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു കല്യാണ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം വാടിയിരിക്കും. കാണുന്നവർ എത്ര മേക്കപ്പ് ചെയ്താലും കാണുന്നവരൊക്കെ എന്നാ പറ്റിയെന്ന് ചോദിക്കും. നമ്മുടെ മുഖത്ത് ആ വിഷമമുണ്ട്. ഈ വിഷമവും വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു. അപ്പം നമ്മളെ നോക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമവും ഭയങ്കര കയ്യടിയും സ്തോത്രവും ഹാലേലൂയ. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിന് കൊടുക്കാനാണ് പറഞ്ഞത്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്ത ആകുലങ്ങളും കർത്താവിന് കൊടുക്കുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ട് അത്ഭുതമാക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് അത്ഭുതമാക്കിയെന്ന് നന്ദി പറയുന്നു. രോഗം മാറണേ എന്ന് പ്രാർത്ഥിക്കല്. രോഗം മാറണം എന്നുള്ള പ്രാർത്ഥനയിൽ രോഗം ക്രൂശിൽ വഹിച്ചു. എൻ്റെ രോഗം മാറിയിരിക്കുന്നു. ഒരു ഓപ്പറേഷനും വേണ്ട. എന്നോട് ആരും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരരുത് കേട്ടോ. ബ്രദറെ, എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കുവാണ്, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണമെന്നല്ല. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കത്തി വെക്കുന്നത് അവസാനം വരെ പ്രാർത്ഥിച്ചോണം. അവസാന നിമിഷം വരെ പറഞ്ഞോണം, യേശുവിൻ്റെ നാമത്തിൽ ഓരോ ഓപ്പറേഷനും കൂടാതെ എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്യും. ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്യും. ഓപ്പറേഷൻ വേണ്ട. അതുകൊണ്ട് ഓപ്പറേഷന് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ വരണ്ട. യേശുവിൻ്റെ നാമത്തിൽ തിരുമുറിവിൽ ഏറ്റെടുത്തോണം. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ. ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ദൈവിക ആലോചനകൾ ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്കിലേ പറയാവുള്ളൂ. ഒത്തിരി നിങ്ങൾ പറഞ്ഞ് കയറി പോരാൻ എപ്പോഴും പറയുന്നതാണ്. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയുവാൻ ശ്രമിക്കുക. ആരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തോണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഹലോ, പ്രൈസ് ലോൺ ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നോ 2 സഹോദരിമാര് ഒരേ ഇനിഷ്യലുള്ളവരുണ്ടെന്ന്? എന്റെ കുടുംബത്തിലാ ബ്രദറെ. ഞാനും എന്റെ അനിയത്തി ഒരേ ഇനിഷ്യലിലാണ്, എസിലാണുള്ളത്. ഒരു മാതാവിനെ കാണിക്കുന്നു പറഞ്ഞല്ല ബ്രദർ. ഇപ്പൊ തീർച്ചയായിട്ടും ഏറ്റെടുത്തോ. കർത്താവ് അത് തൊട്ടിരിക്കുന്നു നിങ്ങളുടെ മേൽ. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ആ ഒരു ഇനിഷ്യലുള്ള വ്യക്തി കർത്താവ് സ്പർശിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ അത് നടന്നു. അത് ആമേൻ പറഞ്ഞിട്ട് എടുത്തോ കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞോ. ഗീതയും ഗീതാഞ്ജലി എന്നാണോ ബ്രദറെ? എന്റെ അമ്മായിമ്മയുടെ പേര് ഗീതയെന്നാണ്. സിസ്റ്ററിനോടെ പേര് കൃഷ്ണാഞ്ജലി എന്നാണ്. ഗീതാഞ്ജലി സിസ്റ്റർ. ഗീതാഞ്ജലിയാ കേട്ടോ. ഓക്കെ. പറഞ്ഞോ. എന്റെ ഏറ്റവും ഫസ്റ്റ് ഒരു ബെന്നി എന്ന് പറഞ്ഞായിരുന്നല്ലോ ബ്രദർ. ഫിന്നി എന്നാ പറഞ്ഞ സിസ്റ്റർ. ഫിന്നി എന്നാ. ഓക്കെ.
ഫിന്നി എന്നാ പറഞ്ഞത്. ഫിന്നി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് തൊടുന്ന പറ കേട്ടോ. ഹലോ ബ്രദറെ. പറഞ്ഞോ. ബ്രദറെ, എന്തോ കഴിഞ്ഞ ദിവസം അരയ്ക്ക് താഴെ പറഞ്ഞോ. എളിക്ക് താഴോട്ടുള്ള വേദന മാറിയിരിക്കുന്നു പറഞ്ഞായിരുന്നല്ലോ. ഉണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, അത് എനിക്കായിരുന്നു ബ്രദറെ. എനിക്ക് 2 ആഴ്ച കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എളിക്ക് താഴോട്ട് എനിക്ക് നല്ല വേദനയായിരുന്നു. പക്ഷെ ബ്രദർ പറഞ്ഞ കണക്ക് പിന്നെ അത് നല്ല സൗഖ്യം കിട്ടി, സൗഖ്യം കിട്ടി. എന്നെ പൂർണ്ണമായിട്ട് അത് മാറിയിരിക്കുന്നു ബ്രദറെ. ആമേൻ ആമേൻ. അത് വലിയ എന്നാ ബ്രദർ അത് കേട്ടത്? കർത്താവ് സ്പർശിക്കുക എന്ന് പറയും. 2 ദിവസം മുമ്പാണ് ബ്രദറെ. ഓ സ്വോത്രം. നിങ്ങൾ കേട്ടല്ലോ സഹോദരൻ പറഞ്ഞ സാക്ഷി. ബ്രദർ പറയാൻ ഇടതുവശത്താണെന്ന് പറഞ്ഞു. എളിക്ക് രണ്ട് ഈ എളിക്ക് താഴ്വശത്തോട്ടായിരുന്നു, നല്ല വേദനയായിരുന്നു. അത് മാറി, അത് പൂർണ്ണ സൗഖ്യം കിട്ടിയിരുന്നു ബ്രദറെ. എന്നോട് ബ്രദർ പറഞ്ഞായിരുന്നു ഈ വേദനയുടെ കാര്യം വല്ലോ. ഞാനന്ന് വിളിച്ചപ്പം കിട്ടിയില്ല. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എളുപ്പം കട്ട് ചെയ്തല്ല. ആമേൻ. അപ്പൊ ബ്രദർ പറഞ്ഞിട്ടില്ല, പക്ഷെ കർത്താവ് അത് ഇടപെട്ടു. എളിക്ക് താഴോട്ടുള്ള വേദനയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞ് ഇടതുവശത്തായിട്ട് ബ്രദർ 2 ആഴ്ചയുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഒരു കുറവും ഇല്ലായിരുന്നു. പക്ഷെ ആ നിമിഷം തന്നെ കർത്താവ് തൊട്ടു. പൂർണ്ണമായിട്ടും ആ വേദന മാറി. നന്ദി കർത്താവെ, അങ്ങ് തൊട്ടതിനും സൗഖ്യമാക്കിയ നന്ദി ബ്രദർ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ രോഗസൗഖ്യം വെളിപ്പെട്ടെങ്കിൽ ആ രോഗികളെ സൗഖ്യമാക്കുള്ള കൃപയും കൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം. കർത്താവ് അത്ഭുതം ചെയ്തു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് ഇരിക്കട്ടെ. പറഞ്ഞോ. പറഞ്ഞോ പറഞ്ഞോ. ബ്രദറെ പ്രൈസ് ലോൺ. മോന് സുഖമായോ ബ്രദറെ? ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നല്ലോ, പ്രാർത്ഥിച്ചായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. മോനു മനസ്സിലായില്ല സിസ്റ്ററെ? അയ്യോ ബ്രദറെ, രാവിലത്തെ പ്രഭാത മീറ്റിംഗിൽ ഞാൻ കേട്ടായിരുന്നു ഇളയ മോന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു, പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു. ഇല്ല സിസ്റ്റർ, മീറ്റിംഗ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരു മോനുള്ളൂ എനിക്ക്. ഓ ഓക്കെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഹലോ. ബ്രദർ പറഞ്ഞില്ലേ ഇപ്പൊ എക്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പിതാവ്? അത് ഞങ്ങളുടെ കുടുംബത്തിലാണ് ഏറ്റെടുത്ത വേറെ. കർത്താവ് അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത ആലോചന കേൾക്കുമ്പോൾ ചാടി പിടിച്ചോണം. കർത്താവ് ആ കുടുംബത്തിന്റെ മേലേക്ക് വലിയ പ്രവൃത്തിയായിരിക്കും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞോ. എന്തോ പറഞ്ഞോ. പിന്നെ ബ്രദറെ, പിന്നെ എന്റെ മോനെ ചെറിയുടെ സൈഡിലായിട്ട് ഒത്തിരി കുരുക്കളുണ്ടായിരുന്നേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. കുരുക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഈ മോൻ പറഞ്ഞു അമ്മ ആശുപത്രി പോവാന്ന്. ഞാൻ വേണ്ട മോനെ, ആശുപത്രിയിൽ ഒന്നും പോവണ്ട, യേശുവിന്റെ തിരുമുറുകാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മിനിഞ്ഞാന്ന് 2 ദിവസത്തിന് മുമ്പായിരുന്നു അത്. ഇന്നലെ മുഴുവനും അത് പൂർണ്ണമായിട്ട് വിടുതൽ കൊടുത്തിട്ടുണ്ട് ബ്രദറെ. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എന്ന കുരുക്കളായിരുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായിരിക്കാന്ന്, പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത് പൂർണ്ണമായും സൗഖ്യമാക്കി. നന്ദി യേശുവേ. ആമേൻ. ഗോഡ് ബ്ലസ്. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എന്തോ ഇന്നത്തെ മീറ്റിംഗിൽ ബ്രദർ പറഞ്ഞു ഉഷാനെ കർത്താവ് തൊടുന്നുണ്ട്, അവിടെ 2 പെൺമക്കളുണ്ട്, അവരും കർത്താവ് അനുഗ്രഹിക്കുന്ന അവർ തലമുറകൾക്ക് വേണ്ടിയിട്ടും അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇന്നലെ അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്റെ സഹോദരി ഇന്ന് എനിക്കത് വാട്സപ്പിൽ അയച്ചു തന്നപ്പോൾ ഞാൻ ശരിക്കും കേട്ടത്. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായും സഹോദരി ഏറ്റെടുത്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തു. തലമുറയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഏറ്റെടുത്തോണം. ആ കുടുംബത്തിന്റെ മേൽ വലിയ ദൈവിക സന്തോഷത്തിന്റെ സാക്ഷ്യം വെളിപ്പെടും കേട്ടോ. ആമേൻ. കർത്താവ് വണ്ടിയിലേക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞോ. ഹലോ. പറഞ്ഞോ സിസ്റ്റർ, കേൾക്കുന്നു. വെള്ളിയാഴ്ച ദിവസം ബ്രദർ രാത്രിയിലെ മീറ്റിങ്ങില് പിന്നെ ഒരു റോബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. റോബിന്റെ മാതാവിനോട് പറയാനായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവരുടെ ഭാവിയെ കുറിച്ച് സംബന്ധിച്ചൊരു വലിയ കാര്യം കർത്താവ് ചെയ്യുന്നു. അതുപോലെ ഒരു അനർത്ഥം അവരുടെ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം. അതുപോലെ വലിയൊരു ദുഃഖം അവരുടെ വീട്ടിൽ വരാതെ പ്രാർത്ഥിക്കണമെന്ന്. അത് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന സഹോദരിയുടെ മകനാണ്, സഹോദരി മകനുമാണ്. ആ മോനിപ്പം 1 വർഷത്തോളമായി കാനഡയിലാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ആ സഹോദരിയും ആ മകനെ കുറിച്ച് എന്തോ ഒരു വല്ലാത്തൊരു സ്വപ്നമൊക്കെ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ ബ്രദർ എന്താ പറഞ്ഞതെന്ന് അറിയാം. ഞങ്ങളത് ഏറ്റെടുത്ത് ഞാനത് പ്രാർത്ഥിച്ചായിരുന്നു. ആ സഹോദരി പറഞ്ഞ പ്രാർത്ഥിച്ചോളാൻ പറയാം. പ്രത്യേകിച്ച് മോന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറയണം. അവന്റെ ഭാവി ഓർത്ത് പ്രാർത്ഥിച്ചോണം. അതെ, അവന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറയണം. ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് വലിയൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ.
ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണെന്ന് നിങ്ങൾ മനസ്സിലായോന്ന്. അപ്പൊ ഇല്ല ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അവനെ കർത്താവിൻ്റെ ഒരു സ്പർശനം ഉണ്ടാകാൻ വേണ്ടിയുള്ള സമയമാണ്, അതിനു വേണ്ടിയാണ് ദൈവം ഒരുക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, കർത്താവിനിരിക്കട്ടെ. ബ്രദറെ, എന്റെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. ബ്രദറെ, ഞാൻ മുമ്പ് ഒരിക്കൽ ബ്രദറിന് മെസ്സേജ് അയച്ചായിരുന്നു. എൻ്റെ മോന് UK-ലാണ്. 1.5 വർഷമായിട്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യണുണ്ടായിരുന്നു. ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത്, എന്നാൽ ജോബൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു ദിവസം കയറിയപ്പം ഞാൻ യൂട്യൂബിലാണ് പ്രാർത്ഥന കേൾക്കുന്നത്. എനിക്ക് സൂം മീറ്റിംഗ് കയറാനുള്ള സാഹചര്യം ഇല്ല. അന്നേരം ഞാൻ ഇപ്പം ബന്ധപ്പെട്ടാണ് ഇതിൽ കയറിയത്. ഈ ഗ്രൂപ്പിൽ ഞാൻ ഒരു ദിവസം മെസ്സേജ് ഇട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ മോനൊരു ഇന്റർവ്യൂ പാസ്സായി, അവന് ഫുൾ ടൈം ജോബ് കിട്ടി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ബ്രദർ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചു തന്നു, അതിനും ബ്രദറിന് നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങൾക്കൊരു കാറും ഒരു സ്കൂട്ടറും ഉണ്ടായിരുന്നു, എന്നാൽ അതൊരു നിർജീവ അവസ്ഥയിൽ കിടക്കായിരുന്നു. ഒത്തിരി നാളായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിയൊന്നുമില്ല. പുള്ളിയും ജോലിയില്ലാതെയും മദ്യപിച്ചുമൊക്കെ ആകെ വിഷമത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് പുള്ളിക്ക് ഇദ്ദേഹം ഒരു ജോലി കൊടുക്കുകയും ആ ജോലി മുഖാന്തരം അദ്ദേഹം ആ 2 വണ്ടി ശരിയാക്കി എടുത്തു. ദൈവം വലിയ അത്ഭുതങ്ങളാണ്. ബ്രദറിന്റെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന രീതിക്ക് വളരെ നന്ദിയുണ്ട്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലാ മക്കൾക്കും നന്ദി അറിയിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ തിരിച്ചറിഞ്ഞു. അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പറഞ്ഞതുപോലെ തന്നെ മകൻ പാകലപ്പെട്ടിരിക്കുവാനും ജോലിയില്ലാതെ വിദേശത്ത്, അവിടെയൊക്കെയും ഒരു വഴി തുറന്നു, കുടുംബത്തിൻ്റെ അകത്ത് വഴി തുറന്നു. കർത്താവ് സകല വാതിലിനെ തുറക്കുവാൻ, അതാ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് മനസ്സിലായാൽ നമുക്ക് തന്നെ തുറക്കുവാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകളെയും നന്മകളെയും തുറക്കാൻ പറ്റും. അങ്ങനെ തുറന്നതാണ് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് വഴികളെ തുറക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പറഞ്ഞു. ഒരു സെക്കൻഡ്. നിങ്ങൾ ആവശ്യമില്ലാതെ വർത്താനം പറയുന്നവർ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോണം. നിങ്ങൾക്ക് തുടരണമെന്നില്ല. നിങ്ങൾ സാക്ഷ്യം പറയുവാൻ നിൽക്കുക. ആവശ്യമില്ലാതെ വർത്താനം, എനിക്കറിയാം പ്രാർത്ഥന കഴിഞ്ഞെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് തുടരേണ്ടവർക്ക് തുടരാം, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. പറഞ്ഞു സിസ്റ്റർ, സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോ തലയ്ക്കകത്ത് ഭയങ്കര വേദനയായിരുന്നേ. അപ്പം മാതാവ് യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം തരണം, ഈ പ്രാർത്ഥന തീരുന്നിടം വരെയും പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ആ വേദനകള് ദൈവസഹായത്താൽ മാറി. ഇതിന് ഞാനൊരു സാക്ഷ്യമായി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന തീരുന്നോടം വരെ കൈവച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും കർത്താവ് സൗഖ്യം കൊടുത്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ, പറഞ്ഞു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ബ്രദർ, ഞാൻ ഇതിൽ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊന്നും തീരാത്ത ദുഃഖവും വേദനയും സങ്കടവും. പക്ഷെ എന്നും ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ 2 ഭാര്യയും ഭർത്താവും മകനും മരുമകളും വഴക്ക് കൂടുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. 2 പേര് ആരെങ്കിലും ഒരാൾ ഒതുങ്ങണം എന്ന് പറഞ്ഞ ആ നിമിഷം 2 ആൾ ഒതുങ്ങും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന ഇല്ലാതെ പറഞ്ഞ ഈ കുടുംബത്തിൽ 5 മരണം നടന്നിരിക്കും. അതിന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട ശേഷം ഈ കൂട്ടായ്മയിൽ രാത്രി സൂം മീറ്റിങ്ങിലും ഇത് പങ്കുകൊണ്ട ശേഷം എനിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കുടുംബത്തിലെ. കാരണം വെച്ചാൽ അത് നല്ല വിട്ടുമാറി. മോൻ ഈ കനഡ HSBC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ 3 വർഷം വർക്ക് ചെയ്തു. ആ 3 വർഷം വർക്ക് ചെയ്ത് താഴെ 5 പേരുണ്ടായിരുന്നു. ആ 5 പേരും ഉണ്ട് പറഞ്ഞാൽ അവർക്ക് ഓരോ ബ്രാഞ്ചുകൾ കിട്ടും. അത് ചിലവർക്കൊക്കെ നല്ല നല്ല ബിസിനസ് ഉണ്ടാവും. മോൻ വേറെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ അതിൽ പ്രശ്നം വന്നതിന് ശേഷം നമ്മുടെ ഉണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെ കൊണ്ട് പണയം വെച്ച് ഇനി ഒന്നുമില്ല കുടുംബത്തിൽ. അത്രയും ദാരിദ്ര്യം പറഞ്ഞ് അത്രത്തോളം പ്രയാസമായിരുന്നു. വീട് പണി പകുതിയിൽ നിന്നു. മരണം വരെ കുടുംബത്തോടു കൂടി ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു ഇതിൽ വന്നു. ലോൺ എടുത്തില്ല, ലോൺ അടവ് നിന്നു. എല്ലാം തെറ്റിപ്പോയി. ബാങ്കുകാർ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഫ്ലിപ്കാർട്ട് ഉണ്ട്, അതിൽ ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ട്. കണ്ടമാനം സാധനങ്ങൾ വാങ്ങി. എന്തിനാ അങ്ങനെ വാങ്ങി കൂട്ടുന്നൊന്നും അറിയില്ല. ഒന്നും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ നമുക്ക് വീട്ടിൽ വഴക്കാവും. ഞാൻ ആരും മുഖം നോക്കില്ല. ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. രാത്രി ഒന്നും എനിക്ക് ഉറക്കേണ്ടാവില്ല. എനിക്ക് ബൈബിള് വായിക്കാൻ തുടങ്ങിയാൽ എനിക്ക് നിർത്താനേ തോന്നില്ല. അത്രത്തോളം
പ്രാർത്ഥനയിൽ എനിക്ക് ഒരുപാട് ദൈവശക്തി തോന്നി. ആ പ്രാർത്ഥന മുഖാന്തരമാണ് അന്ന് ഇത്രത്തോളം സമാധാനം തന്നു. പിന്നെ ഈ സൂം മീറ്റിങ്ങിൽ ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ മനസ്സിലേക്ക് ഒരു ധൈര്യം വന്നു, ശക്തി തന്നു, തളർച്ച മാറി, ക്ഷീണം മാറി, വലിയൊരു അനുഗ്രഹം ദൈവം തന്നു. ഇപ്പൊ മോൻ ആ ബാങ്കിൽ നിന്ന് ഇപ്പൊ ഇത്ര ദിവസം മോൻ വർക്ക് ചെയ്ത ബാങ്കിൽ നിന്ന് ഇപ്പൊ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്നിപ്പോ എന്താണ് പേപ്പർ ഇട്ട് കഴിഞ്ഞപ്പോ ഈ മാസം 2 മാസം സാലറി വന്നു, ഈ മാസം സാലറി ഇല്ല. അപ്പൊ ഈ മാസം 7-ാം തീയതിക്ക് IDBIയിലെ ഫെഡറൽ ബാങ്കിലാണ് ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോണത്. അപ്പൊ ഇത്ര കാലം ജീവിച്ച ജീവിതമല്ല, ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്താ കാരണം ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വഭാവം മാറണം, കണ്ണിക്കേണ്ട സാധനങ്ങൾ, അനാവശ്യ ചെലവ്, എന്ത് ചെയ്യണ്ട പറഞ്ഞാലോ ചെയ്യാം. കടം കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തിനാ ഈ പൈസ ഇങ്ങനെ ചെലവാക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ആർഭാട ജീവിതം. നമ്മൾ പണത്തിനോട് അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല. ആവശ്യത്തിന് വേണം നമുക്കെല്ലാം. പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവർക്കും ലോൺ എടുത്ത് തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മളത് ഈ ദിവസങ്ങളിൽ അത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് പാഴ്ചെലവുകളൊക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പൈസ പോലും പാഴായി പോകരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പം അതെല്ലാം വിട്ടുമാറും കേട്ടോ. ഒരു പൈസ പോലും കർത്താവ്, ഒരു പാഴ്ചെലവ് പോലും ഉണ്ടാകരുത്. കർത്താവ് സകലതും ഞങ്ങൾക്ക് നന്മയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ കർത്താവ് അതെല്ലാം ആ പാഴ്ചെലവ് കൊണ്ടുവരുന്ന പൈസ വരുമ്പോൾ നന്മ അപഹരിച്ചുകൊണ്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട് വിട്ടുപോകും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ പറയുക, ഇനി നമ്മൾ ജീവിക്കണം. എത്ര കാലം ജീവിച്ച ജീവിതമല്ല. നാട്ടുകാരടുത്തും കുടുംബക്കാരടുത്തും നമ്മൾ ജീവിച്ച ജീവിതം എല്ലാവരും നമ്മൾ അവമാനപ്പെടുത്തുന്ന പോലെ, മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ തല കുനിച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ പരിസരം മുഴുവൻ തീർച്ചയായിട്ടും സിസ്റ്റർ, അതെല്ലാം കർത്താവ് സാക്ഷിയാക്കും. കർത്താവ് അതെല്ലാം അത്ഭുതമാക്കി മാറ്റും. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ മാനിക്കും. വചനം കേട്ട് നമ്മൾ ആ വചനത്തോട് പ്രതികരിക്കണം. അപ്പോൾ ആ വചനം നമ്മളെ സാക്ഷ്യമാക്കി ദൈവത്തിൻ്റെ നടത്തിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, ഏറ്റുപറയുക. കർത്താവ് അത് ചെയ്യും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു സാക്ഷ്യം പറയാനാണ്. പറഞ്ഞു, വേഗത്തിൽ പറഞ്ഞേ. ശിവകലയെന്നാണ്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് ശിവകല. വിളിക്കുന്നത് ആറ്റിങ്ങിൽ നിന്നാണ്. എന്റെ ഹസ്ബൻഡിന് 13 വർഷം മുമ്പ് ഡെങ്കിപ്പനി വന്നതിനെ തുടർന്ന് ഒരു കാലില് നല്ല നീരുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, അതങ്ങ് മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വരെ ആ നീര് മാറിയിട്ടില്ലായിരുന്നു. അപ്പോ ബ്രദറിന്റെ പ്രാർത്ഥന നമ്മൾ കേൾക്കുകയും, എന്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട്, ബ്രദർ പറഞ്ഞിരുന്ന ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ കാലില് പൂർണ്ണമായിട്ട് നീര് മാറി. മാത്രമല്ല, ഇരുന്ന് പഠിപ്പിക്കുന്ന ജോലിയാ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. അപ്പോ ഇരിക്കുമ്പോ 2 കാലിലും നീര് വരുമായിരുന്നു. ഇപ്പോ അതിനുശേഷം ആ നീര് വന്നിട്ടില്ല. എത്ര വർഷമായിട്ട് എക്സ്ട്രാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 13 വർഷമായി. 13 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാ കർത്താവ് സൗഖ്യമാക്കിയത്. വലിയ സാക്ഷ്യം തന്നെയാണ് സിസ്റ്ററെ. അത് കർത്താവ് ഇന്ന് എത്ര പേര് ഇത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന. കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ 13 വർഷമായിട്ട് ഡെങ്കിപ്പനി വന്ന നിമിത്തം കാലിലുണ്ടായിരുന്ന നീരായിരുന്നു. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെന്റും ചെയ്ത് കാണും അല്ലേ? വ്യത്യാസമൊന്നും കണ്ടു കാണത്തില്ല അല്ലേ? അതെ, ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ, അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, അത് പിന്നീട് മാറിക്കൊള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ആ കാലിലെ നീര് നിന്ന് ശേഷം മാറി. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ അങ്ങനെ അറിയത്തില്ലായിരുന്നു. ബ്രദർ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നപ്പോ, ഈ സൂമിലൂടെ കയറാനും ഇങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോ, നമുക്ക് ഒരാളിനല്ല, ഇതുപോലെ ഒരുപാട് പേർക്ക് നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഒരുപാട് പേരുടെ സൗഖ്യം നമുക്ക് വിളിച്ചു പറയുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. ആമേൻ. സിസ്റ്റർ എങ്ങനെ ലിങ്ക് സിസ്റ്റർ കിട്ടിയത്? ലിങ്ക് എങ്ങനെ കിട്ടിയിട്ട് അല്ല, ഇത് എങ്ങനെയോ പ്രാർത്ഥന ഇതിങ്ങനെ നമ്മള് നോക്കിയപ്പോ കണ്ടതാണ്. അങ്ങനെ കണ്ടപ്പോ ഒരു ലിങ്ക് വന്നു. അങ്ങനെ ആ ലിങ്കിൽ നമ്മൾ കയറി. ഓക്കെ സോദരൻ, ഞാനത് ചോദിച്ച വേറെ ഒന്നുമല്ല. ഈ ലിങ്ക് അയച്ചു കൊടുത്തവർക്ക് വാങ്ങി ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം പ്രിയ സിസ്റ്ററും ബ്രദറും പറഞ്ഞതുപോലെ തന്നെ 13 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ പ്രയർ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. ആരൊക്കെയോ ചിലപ്പോൾ യൂട്യൂബിൽ നിന്നായിരിക്കും, എവിടുന്നാലും ആയിരിക്കാം, അത് അവരിൽ എത്തിപ്പെട്ടു. അവർക്ക് പറഞ്ഞ പോലെ തന്നെ അവർ ഇത്രയും നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടർ പോലും പറഞ്ഞു ഇനി ചികിത്സയില്ല അതിൻ്റെ മേൽ. പക്ഷേ യേശു തൊട്ടു,
ആ ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യമാക്കി. 13 വർഷമായിട്ടിരുന്ന രോഗത്തെ യേശു സൗഖ്യമാക്കി. കർത്താവ് അത് അത്ഭുതം ചെയ്തു. അത് വലിയ ദൈവപ്രവൃത്തി കേട്ടോ. സഹോദരനോട് അദ്ദേഹത്തോട് പറയണം, ആ കർത്താവ് തൊട്ടിട്ടുണ്ട്, സൗഖ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ രോഗസൗഖ്യം അനേകർക്ക് കൊടുക്കുവാനുള്ളൊരു കൃപയും കൂടെ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചോണം, കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വലിയ രോഗസൗഖ്യത്തിന് ശുശ്രൂഷയും പുറത്തു വരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹോദരി. ഗോഡ് ബ്ലസ് യു. ഈ സാക്ഷ്യം എല്ലാവരോടും പറയണം, അനേകരോട് യേശുവിനെ പറ്റി പറയണം. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എന്തോ പറഞ്ഞു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ജോലിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. ആദ്യം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കാണെങ്കിൽ കിട്ടിയില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ ദിവസം ഒരു സൗദിയിലേക്കുള്ളായിരുന്നു. പിന്നെ CV ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പം എന്റെ CV സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ നാളെ എനിക്ക് ഓഫർ ലെറ്റർ ലഭിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് തുറന്ന വഴിക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവിനെ സ്തുതിക്കുക. കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. ഏത് രാജ്യത്ത് പോയാലും പ്രാർത്ഥനയിലിരിക്കുക. കർത്താവ് അവിടെയും വഴികളും വാതിലും തുറക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് വണ്ടിയിലേക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ സ്വോത്രം. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു. കേൾക്കാമോ? ഞാൻ ഇന്ന് ചർച്ചിന് ആരാധനയ്ക്ക് പോയി. അപ്പൊ കഴിഞ്ഞ ആഴ്ച ബ്രദർ ക്ലാസ് മീറ്റിംഗ് കൂടിയപ്പോ പറഞ്ഞ അന്യഭാഷയെ കുറിച്ച് സംസാരിച്ചത്. അന്യഭാഷ ഇല്ലാത്തവരൊക്കെ അന്യഭാഷ കിട്ടും, നമ്മൾ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളു. പക്ഷെ എനിക്ക് അന്യഭാഷ ഉണ്ടായിരുന്നു. പക്ഷെ അന്യഭാഷയിൽ പാട്ട് പാടി ഞാൻ ഇന്നത്തെ ആരാധനയിൽ അന്യഭാഷയിൽ പാട്ട് പാടി. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഒരിക്കലും ഇല്ലാത്ത നല്ലൊരു ആരാധന. ഇത്രയും വർഷം ഞാൻ ആരാധിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആയിരുന്ന ഭയങ്കര സന്തോഷം. എനിക്ക് ദൈവം വലിയ കൃപ എനിക്ക് തന്നത് ആ പാട്ട് പാടാനുള്ളത്. നന്ദി, ആയിരം നന്ദി. തീർച്ചയായിട്ടും സിസ്റ്റർ. ഇനി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, തുടർന്നുകൊണ്ടിരിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നന്മകൾ വെളിപ്പെട്ടു വരും, അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരും. കർത്താവുമായിട്ട് കൂടുതൽ ബന്ധത്തിലേക്ക് നമ്മൾ വരും. അത് തുടരുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഞാനൊരു പ്രാർത്ഥന ആവശ്യപ്പെടുക. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മോനെ ഭാര്യ ഇങ്ങനെ പിണങ്ങിയിരിക്കുക. 2 കുഞ്ഞുങ്ങളുമായിട്ട് അവരൊന്നിച്ച് ചേർക്കണം. അവർക്കൊരു വീട് പണിയുന്നു. അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം ബ്രദർ. തീർച്ചയായിട്ടും നമ്മൾ ഈ അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, കർത്താവേ ആ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അതിൻ്റെ റിസൾട്ട് കർത്താവേ ആ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് പറഞ്ഞതുപോലെ മകൻ്റെ മേൽ അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എഫക്റ്റ് വന്നടിക്കട്ടെ. വരും ദിവസങ്ങളിൽ അവരൊന്നിച്ച് ചേർന്ന് യേശുവിൻ്റെ സാക്ഷ്യമാക്കി തീർത്തതിന് നന്ദി പറയുന്നു. കർത്താവേ ആ റിസൾട്ട് ഞങ്ങൾ കാണും. അത് കണ്ട് ഞങ്ങളിപ്പം സങ്കടത്തോടെ പറഞ്ഞെങ്കിൽ നാളെ സന്തോഷത്തോടെ സാക്ഷ്യം പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് വണ്ടിയിലേക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. അത് സാർ ഇപ്പൊ പ്രാർത്ഥനയെ കൂടെ പറഞ്ഞതിനും ജന്മന കാല് സുഖമില്ലാത്ത ആളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞതിനും എന്റെ ഏച്ചിന്റെ മോന് 26-27 വയസ്സായി. ഇപ്പൊ കാല് ആദ്യമൊക്കെ ചെറുങ്ങനെ നടക്കായിരുന്നു, പിന്നെ ഒഴിച്ചിലെല്ലാം നടത്തി തീരെ നടന്നോണ്ട് ഇപ്പം കയ്യിലെല്ലാം വെച്ച് കെട്ടി ഒരാളെ പിടിച്ചാലാ നടക്കാൻ പറ്റും. ആളിപ്പോ എവിടെയാ? വീട്ടിലുണ്ടോ അതോ? ഓൻ എന്റെ വീട് അങ്ങ് വടകര വീട്ടിലുള്ളത്. ഞാനിപ്പോൾ ഒരു വാക്ക് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വടകരയിൽ പോകുന്ന സമയത്ത് ആ മോൻ്റെ കാലയിൽ കൈ വെച്ചിട്ട് പറയണം, കർത്താവായ യേശു ക്രിസ്തു ഈ മോനോട് പറയണം, നിന്റെ കാല് നേരെയാകാൻ വേണ്ടിയുള്ള വിലയ്ക്ക് വേണ്ടി യേശു മുറിവേറ്റു, യേശുവിൻ്റെ മുറിവിൽ നിനക്ക് സൗഖ്യമുണ്ട്. ആ മോനെ കൊണ്ടത് പറയിപ്പിക്കണം. പറഞ്ഞോട് പറയണം, നീ ഇനി കിടക്കത്തില്ല, നടന്നും ഓടിയും യേശുവിൻ്റെ സാക്ഷ്യം പറയും. എല്ലാ ദിവസവും ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ അവനെ കൊണ്ട് പറയിപ്പിക്കണം. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ കാല് സൗഖ്യം വന്നിരിക്കുന്നത് പറയണം. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വരും. ഞാൻ ഈ കാല് കൊണ്ട് ഡാൻസ് ചെയ്ത് ദൈവത്തെ സ്തുതിക്കും, തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കും എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കണം. ഞാനിപ്പോൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇനി അവിടെ പോകുമ്പോൾ ആ കാലുകളുടെ മേൽ കൈ വെച്ചോണം. എന്നിട്ട് ഈ ഇവനത് കൊണ്ട് പറയിപ്പിച്ചിട്ട് പറഞ്ഞോണം, അവൻ്റെ ആ സെല്ലുകളുടെ മേലേക്ക് ജീവൻ വ്യാപരിക്കും. അത് നടക്കും കേട്ടോ.
കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മകളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് വലിയൊരു അഭിഷേകത്തെ ചുരിയുന്നു. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പ്രിയമളോടെ ചെന്ന് കാലിലോട്ട് കൈ വെക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു കറണ്ട് അടിക്കുന്നത് പോലെ ദൈവശക്തിയുടെ വ്യാപാരം ആ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. രോഗശാന്തിയുടെ വലിയൊരു പകർച്ചയെ ഞങ്ങൾ അയക്കുന്നു. രോഗസൗഖ്യത്തിൻ്റെ പകർച്ചയെ ഞങ്ങൾ ഇപ്പോൾ പകരുന്നു. കൈ വെക്കുന്നിടത്ത് രോഗികൾ ചാടി എണീക്കുന്ന സൗഖ്യമാകുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയെ പകരുന്നു. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആ മകൻ തുള്ളിച്ചാടി വന്നു യേശുവിനെ സാക്ഷ്യം പറയും. ഞങ്ങൾ വചനത്തിൽ കണ്ടു, ഇത്രയും സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ബലമാണ്. കർത്താവെ അനുഗ്രഹിച്ചു വിടുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ ധൈര്യമായിട്ട് പോവുക, പ്രാർത്ഥിക്കുക, അവനെ ബലപ്പെടുത്തുക, അവനെ എണീപ്പിച്ച് നടത്തുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ. ഓളിത്തി പറഞ്ഞേ. ഒരു മിനിറ്റ് ഫാൻ ഒന്ന് ഓഫ് ചെയ്യാവോ? കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ് ഈ ഒരു സെക്കൻഡ്. കേട്ടില്ല, ഞാൻ കേട്ടില്ല. കൈവച്ച് ഇപ്പൊ പറഞ്ഞ ആന്റി എന്തോ പറഞ്ഞത് കേട്ടില്ല ഞാൻ. ഒരു മിനിറ്റ്, എല്ലാവരും നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കി വെക്കല്ലേ. പറയുന്ന ആള് മാത്രം മ്യൂട്ട് മാറ്റിട്ട് പറയും. ഇപ്പൊ പറഞ്ഞ എന്റെ ഇടതി കൂട്ടിയും ഭയങ്കര വേദനയായിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഞാൻ തൈലമൊക്കെ തേച്ചെന്നിട്ടൊന്നും മാറിയില്ല. ഇപ്പം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വചനം പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്റെ കൈക്ക് സൗഖ്യമുണ്ട്. ഇപ്പോഴാണ് സൗഖ്യം നടന്നേ? സൗഖ്യമുണ്ട്. ഇപ്പം നടന്നാണോ? ഇപ്പോഴാണ്. ആമേൻ ആമേൻ. പ്രിയ ആന്റി പറഞ്ഞോളൂ തന്നെ പെടലിക്കും കഴുത്തിനും വേദനയായിരുന്നു. കുഴമ്പും ഒക്കെ തൂത്തിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവൾ അവസാനം പ്രാർത്ഥിച്ച സമയത്ത് കൈയെടുത്ത് വെച്ചു. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണ്. കർത്താവ് സൗഖ്യമാക്കി ആ വേദന പൂർണ്ണമായി മാറിയിരിക്കുന്നു. കർത്താവ്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ പ്രാർത്ഥന ഒന്നും ചെറുതല്ല. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ രോഗശാന്തിയും രോഗസൗഖ്യവും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ ഇന്ന് എന്റെ കുടുംബ വീട് വരെ ഒന്ന് പോയായിരുന്നു. അന്നേരം എന്റെ ചേട്ടത്തിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതുപോലെ പറഞ്ഞു, നീ വിശ്വാസത്തിൽ പോയാൽ ഇപ്പം സയൻസിന്റെ ഈ ലോകമാ ഇന്ന് പറഞ്ഞ എന്നെ ഒരുപാട് ഓരോന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ വിഷയത്തിനൊന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ, അവരെല്ലാം വരാൻ വേണ്ടി. തീർച്ചയായിട്ടും നമ്മളൊന്നും ചെയ്യേണ്ട. സയൻസിനുമൊക്കെ പരിമിതിയുണ്ട്. എപ്പോഴും ഓർത്താൽ മതി, മനുഷ്യന് ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലമുള്ളൂ, എല്ലാത്തിനും ബലമുള്ളൂ. മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു അബദ്ധം പറ്റിയാൽ, മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ പിന്നെ അവന് പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട സഹോദര, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അവരെ അവകാശമാക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും, ഒരുമിച്ച് ഞങ്ങൾ ബൈബിള് പഠിക്കും. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. കർത്താവ് അങ്ങനെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? അതാരായിരുന്നു? മോന്റെ പേരാണ് ഫിന്നി. ഫിന്നി ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് ആ മകളുടെ മേൽ വലിയൊരു ദൈവിക സ്പർശനം തൊടുകയാണ് കേട്ടോ. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ. വരും കേട്ടോ. അത് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് തൊട്ടിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ തന്നെ കാണും കേട്ടോ. ഒരുമിച്ചിരുന്ന് കർത്താവിനെ സ്തുതിക്കും, ഒരുമിച്ചിരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ. ആമേൻ സിസ്റ്ററെ, ഗോഡ് ബ്ലസ് യു. ധൈര്യമായിട്ടിരുന്നു, കർത്താവ് ഒരു നിവർത്തിയാ കേട്ടോ. ആമേൻ. ബ്രദർ, എനിക്കൊരു ഹലോ ബ്രദർ. പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ. ബ്രദർ, ഇന്നലെ ബ്രദർ ഇട്ടിരുന്നല്ല പറഞ്ഞതില് 1971 ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത്. അത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ബ്രദർ. 15 വർഷം അത് കറക്റ്റാണ് ബ്രദർ പറഞ്ഞത്. 15 വർഷം കൊണ്ട് ഞാൻ പല പ്രശ്നങ്ങളിലും ഞാൻ ഭാരപ്പെട്ട് ഓരോ പ്രശ്നങ്ങളാണ്. സ്വസ്ഥത ഇല്ലാത്ത ജീവിതം. ഒന്ന് കഴിയുമ്പോ ഒന്ന് എല്ലാം ഇതാ നടക്കും എന്നുള്ള രീതിയിൽ തുമ്പത്ത് കൈ
എന്താ പറയാ, ഒരു വിരൽ തുമ്പത്ത് വരുമ്പോൾ തട്ടിത്തെറിക്കുന്ന പോലുള്ള അനുഭവമാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത് ബ്രദർ. ആമേൻ. തീർച്ചയായും എന്നോട് ഇതുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യങ്ങൾ വല്ലതും ഈ വർഷക്കണക്ക് ഇല്ല വല്ലതും ബ്രദർ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ മറ്റേ കടഭാരത്തിനെ കുറിച്ച് നേരത്തെ സാക്ഷ്യം പറഞ്ഞായിരുന്ന ബ്രദർ 2 കോടി രൂപയുടെ ആളാണ്. പക്ഷെ ബ്രദറിന്റെ അടുത്ത് ഒന്നും പേരോ ഒന്നും ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ ാണ് ഞാൻ അത് കേട്ടത്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. കറക്റ്റ് 15 വർഷം 15 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ്. ഒന്നുകൊണ്ട് ഒരാൾക്കാരെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഒരു കാര്യത്തിൽ ഒന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി എല്ലാം നടക്കുന്ന അവസാനം ഉപവസിച്ചാൽ പോലും അവസാന നിമിഷത്തിൽ കലഹത്തിൽ അവസാനിക്കും. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. സിസ്റ്റർ, കർത്താവ് തൊട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ദൈവം നമ്മളെ സിസ്റ്റർ പറഞ്ഞത് തന്നെ കറക്റ്റ് കാര്യങ്ങൾ. അതായത് 15 വർഷം എന്നുള്ള കണക്ക്, അത്രയും വർഷം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പോലും കർത്താവ് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം സിസ്റ്ററെ, ദൈവം സിസ്റ്ററിനെ കണ്ടു, കർത്താവ് തൊട്ടിരിക്കുന്നു. ഇനി ആ വിഷയം ഉണ്ടാകത്തില്ല. ആ 15 വർഷമായിട്ട് ചുമന്നിരിക്കുന്ന സകല ഭാരങ്ങളും സകല തടസ്സങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി പുതിയ ഒരു ഭാവിയിലേക്ക് ദൈവം കയറ്റിയിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് മുന്നോട്ട് പോക്കണം. ഇനി ഒന്നും ഭാരപ്പെടേണ്ട, കർത്താവ് യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നടന്നോണം. ബാക്കി എല്ലാം കണ്ടോണം. വലിയ വലിയ സാക്ഷ്യങ്ങളെ ഇനി മുതൽ തുറക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പിന്നെ ബ്രദർ ആധാരത്തിന്റെ കുരുക്ക് കാണുന്നെന്ന് പറഞ്ഞ് ഇതിൽ നേരത്തെ ഒരു മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു കേട്ടാ ബ്രദർ. അത് ഞാൻ ഇതുപോലെ ആധാരത്തിന്റെ കുരുക്കുകൾ വസ്തുവിന്മേലുള്ള കുരുക്കുകൾ ഇതൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ ആമയം പറഞ്ഞ് ഏറ്റെടുത്തായിരുന്നു ബ്രദർ. അത് ഞാൻ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നോക്കി. എനിക്ക് അപ്പൊ നമുക്ക് കുരുക്ക് എല്ലാം കാണുമായിരിക്കും. അത് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് ഭയങ്കരമായ കുരുക്കായിരുന്നു. നമ്മുടെ വസ്തുവിനെ വെട്ടിപ്പിടിച്ചു വെച്ചിട്ട് പിന്നെ അവരുടെ വസ്തു നമ്മുടെ വസ്തുവിൽ കിടക്കണം എന്ന് പറഞ്ഞും കൊണ്ട് അധികാരിയുടെ ഓഫീസിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. അത് അദാലത്ത് വഴി എടുക്കണമെന്ന് പറഞ്ഞും കൊണ്ടൊക്കെ കൊടുത്തിരുന്നു. ഇത് നമ്മൾ നോക്കിയപ്പോഴാണ് ഞാൻ ഈ വചനം ഈ ബ്രദർ പറഞ്ഞതിനെ ഞാൻ ഏറ്റെടുത്ത് അതിനുശേഷം എനിക്ക് ഇത് ഓരോന്നോരോന്നോരം ഞാൻ കടയുടെ ലൈസൻസ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്തപ്പോ അതിലൊക്കെ മാറ്റങ്ങൾ കാണുന്നു. അങ്ങനെ ഞാൻ ബാധ്യത എടുത്തു നോക്കിയപ്പോഴത്തേക്കും എന്റെ പേരെല്ലാം മാറ്റി കൊടുത്തിരുന്നിട്ടാണ് ഇതിൽ കുരുക്കുകളെല്ലാം അവർ വരുത്തി വെച്ചിരുന്നത്. അതെല്ലാം എന്റെ ദൈവം സഹായിച്ചു ബ്രദർ. ആ കുരുക്കുകളെല്ലാം എന്റെ ദൈവം അഴിച്ചു തന്നു ബ്രദർ. ആമേൻ, ആമേൻ. അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത് തന്നെ. ദൈവാത്മാവ് ഇടപെട്ടത് ഭയങ്കര കുരുക്കെന്ന് പറഞ്ഞാൽ ബ്രദർ, കോടതി പോയി കഴിഞ്ഞാൽ നമ്മള് എന്റെ ആയുഷ്കാലം കഴിഞ്ഞാലും എന്റെ മക്കളുടെ തലമുറ കഴിഞ്ഞാലും അത് ആ കുരുക്കിൽ നിന്ന് അഴിച്ചു വരാൻ പറ്റാത്ത രീതിയിലായിരുന്നു കുരുക്കി വെച്ചിരുന്നത്. സ്തോത്രം. കർത്താവ് അതെല്ലാം അത്ഭുതമാക്കി സിസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ. ദൈവാത്മാവ് ഇങ്ങനെ ആലോചന പറഞ്ഞിട്ട് കുരുക്കുകളെ, ആധാരത്തിന്റെ കുരുക്കുകളെ കർത്താവ് അഴിച്ചു മാറ്റി സാക്ഷ്യമാക്കാൻ പോവാന്ന് പറഞ്ഞു. സിസ്റ്റർ അത് ഏറ്റെടുത്തു, സ്റ്റെപ്പ് എടുത്ത് വെച്ചെന്ന് പറഞ്ഞത് തന്നെ. ഇന്ന് മരിച്ചാൽ പോലും തീരാത്ത രീതിയിലുള്ള കുരുക്കുകളായിരുന്നു. പക്ഷെ അതെല്ലാം കർത്താവ് ഒരു കോടതി പോലും പോകാതെ ദൈവം അത്ഭുതമാക്കി മാറ്റും. അപ്പൊ കർത്താവ് ഒരു കാര്യം പറഞ്ഞ് നമ്മളിന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ദൈവം അതെല്ലാം അത്ഭുതമാക്കി മാറ്റും. ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കേൾക്കുന്ന വചനങ്ങളെ കർത്താവ് ഉറപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, കേൾക്കുക, വചനം കേൾക്കുക, തന്നെയും പിന്നെയും വചനങ്ങൾ പിന്നെയും കേൾക്കുക, ബലപ്പെടുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. എന്തോ അതേ, ഞാനാണെങ്കിൽ ഒന്ന് ഈ ബാത്റൂമിൽ നിന്ന് വീണ് പിന്നെ പുറത്തൊരു പൊട്ടലുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇപ്പൊ എല്ലാം എക്സ്റേ ആദ്യം എടുത്തപ്പോൾ പൊട്ടൽ അറിഞ്ഞ്, പിന്നെ രണ്ടാമത് അന്നേരം ബ്രദർ ഇടയ്ക്ക് എന്നെ പേര് വിളിച്ചായിരുന്നു. പേരിങ്ങനെ അന്നേരത്തേക്കിന് പിന്നെ ഞാൻ അത് വെച്ച് ഇങ്ങനെ ഈ വചനങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നു. ഇപ്പൊ 1 മാസമായി ഞാൻ ഇതിൽ കേറിയിട്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 6 മാസം ഇതുപോലെ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് പോയി ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ ചെന്ന് നോക്കിയപ്പോ എക്സ്റേ എടുത്തപ്പോഴത്തേക്കിന് അതെല്ലാം കംപ്ലീറ്റ് സുഖമായി. എക്സ്റേയിലൊന്നും കാണാനില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞ് എൻ്റെ അടുത്ത് ബാഗ് ഇട്ടേക്കുവാണ് ഞാൻ പുറത്ത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് നിന്ന് ജോലി ചെയ്യുമ്പോഴെല്ലാം ബാഗ് ഇട്ടുകൊണ്ട് ചെറിയ ജോലിയെല്ലാം ചെയ്തോളാൻ പറഞ്ഞു.
അങ്ങനെ ഞാനിപ്പൊ ഈ വചനങ്ങളെല്ലാം ഡെയിലി കേട്ട് കേട്ട് ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്, അതെന്റെ അവകാശമാണെന്ന് പറഞ്ഞിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്നും അടുക്കളയിൽ പോകുമ്പോഴും എല്ലാം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് 2 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ ജോലി ചെയ്ത് ഞാനൊന്ന് മനസ്സ് ജോലി ചെയ്തോണ്ടായിരിക്കും എന്റെ പുറത്ത് ഈ സ്ക്രാച്ച് ഉള്ള ആ ഭാഗത്ത് എനിക്കൊരു നീറ്റല് പോലെ എനിക്ക് തോന്നുന്നു. എന്നാലും ഞാനത് കൈ എത്തത്തില്ല. എന്നാലും ഞാനത് ഒന്ന് ഇങ്ങനെ എത്തി ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ വചനം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ഇപ്പൊ എനിക്ക് സൗഖ്യമായി. എന്നാലും ഇപ്പം മറ്റേ ഈ ബാഗ് ഞാൻ മാറ്റിയിട്ട് ഇപ്പം ഞാൻ നോക്കും ഇതുപോലെ ജോലി ചെയ്യാൻ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. ഡോക്ടർ പറഞ്ഞേക്കുന്ന 6 മാസം വരെ ഞാൻ ഇടണോന്നാ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത്. പക്ഷെ ഞാൻ ഇപ്പം ബാഗ് അങ്ങനെ ഇടാറില്ല. എന്നാലും വേദന വരുവാണെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ ഇരിക്കരുതെന്നാ പറഞ്ഞത്, നിന്ന് വേണം എല്ലാം ഭക്ഷണം കഴിക്കാനും എല്ലാം എന്റെ അടുത്ത് ഇരിക്കണം. ഞാൻ പക്ഷെ ഇപ്പം ഇരുന്നോണ്ടാണ് ഇപ്പൊ ഈ പറയുന്നത്. ഇപ്പം അങ്ങനെ എനിക്ക് ദൈവമേ 1000 നന്ദി. പിന്നെ ബ്രദറിന് ഈ വചനങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി തരുന്നതിനെല്ലാം ബ്രദറിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ നമുക്ക് സിസ്റ്റർ കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 6 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ തന്നെ ആ പൊട്ടൽ അവിടെ ഇല്ല, അത് മാറിയിരിക്കുന്നു. പുറത്തുനിന്ന് കേട്ടതുപോലെ തന്നെ ബെൽറ്റ് ഇതിടാൻ പറഞ്ഞു, ബാഗ് ഇടാൻ പറഞ്ഞു. പക്ഷേ സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ആരോഗ്യം എൻ്റെ അവകാശമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞ പോലെ തന്നെ അതില്ലാതെ തന്നെ മാറ്റിയിട്ട് തന്നെ എല്ലാ ജോലിയും ചെയ്യാം. ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നതും കേൾക്കുന്നതും തന്നെ. കർത്താവ് തൊട്ടതിന് നന്ദി, ദൈവം കൊടുത്ത മാറ്റത്തിന് നന്ദി. സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നോണം. ഡോക്ടർ പറഞ്ഞ ലിമിറ്റിനേക്ക് മുമ്പ് ഡോക്ടർ തന്നെ പറയും ഇതൊന്നും വേണ്ട, ഇത് കംപ്ലീറ്റ് മാറിയിരിക്കുന്നു എന്ന്. ഒന്നും വേണ്ട എന്ന് തന്നെ 6 മാസത്തിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ കൃപയാൽ പ്രവർത്തി കണ്ടിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിൻ്റെ ഇരിക്കട്ടെ. ആമേൻ. പിന്നെ ഇതുപോലെ ബ്രദറെ ഒരു സാക്ഷിയോടെ ഉണ്ട്. ഇന്നലെ മോക്ക് ഇതുപോലെ ഭയങ്കര വയറ്റ് വേദനയാണ്. അങ്ങനെ ഞാനാണെങ്കിൽ അവരൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വയറ്റില് കൈവച്ച് ഞാൻ ഇങ്ങനെ ഈ വചനം തന്നെ ചൊല്ലി, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് സൗഖ്യമായി. ആമേൻ. നന്ദി കർത്താവെ. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിന് നന്ദി പറയുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞാൽ കൈവച്ചു പ്രാർത്ഥിച്ചു, ഇൻസ്റ്റന്റ്ലി അത് സൗഖ്യമായി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇനിയും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. കർത്താവിനെ ഇരിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നോ? പറഞ്ഞു സിസ്റ്ററെ. ഞാന് റിട്ടയർ ആയപ്പം എനിക്കൊരു കൺസൾട്ടൻസി ജോബ് സെയിം ഓർഗനൈസേഷനിൽ അവർ ഓഫർ ചെയ്തായിരുന്നു. ഓഗസ്റ്റ് 1 ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും അപ്രൂവലായി, സർക്കാരിന്നൊക്കെ എല്ലാം അപ്രൂവലായി. പക്ഷേ ബോർഡിൽ അയച്ചു കഴിഞ്ഞ് അതിന്റെ അപ്രൂവൽ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു, ഞാൻ വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യാനായിരുന്നു പറഞ്ഞ്. ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. എനിക്ക് ലാസ്റ്റിൽ വന്നിട്ട് ഒരു സ്ത്രീ എനിക്ക് അപ്രൂവൽ തന്നില്ല, വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ 1-ാം തീയതി ആയി, ഒരു ലെറ്ററും വന്നില്ല, ഒരു ഫോൺ കോൾ ഒന്നും വന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ എനിക്ക് സ്വപ്നം കണ്ട പോലെ തന്നെ ജോലി കിട്ടുന്നില്ലായിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഞാൻ 1-ാം തീയതി ആയിട്ട് ഞാൻ ഓർത്തു, ഈ ബ്രദർ പറഞ്ഞ ഓർത്ത് മിറക്കിൾ മണി വേണോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ കർത്താവ് എന്റെ ചെലവിനൊക്കെ എനിക്ക് പൈസ വേണമല്ലോ, ഞാൻ ജോലി ചെയ്യണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മിറക്കിൾ മണി എങ്ങനെയും കാരണം എന്റെ ചെലവൊക്കെ നടത്തും, പുറത്തുനിന്ന് ചെലവൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫോൺ വന്നവര് പറഞ്ഞ് ഒരു പുതിയ ആൾക്കാര് ബോർഡിൽ വന്നവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് ഒത്തിരി അപ്രൂവലിന് പ്രയാസമായിരുന്നു. അതുകൊണ്ടായി ഇത്രയും താമസിച്ച്. അതുകൊണ്ട് ഈ നാളെ മുതൽ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നു. അത് ഒരു അത്ഭുതമാണ്. അത് ദൈവം പ്രാർത്ഥന കേട്ടു. ഇപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞങ്ങള് കർത്താവെ എന്നെ ഇത് സുഖമാക്കി തരണേ അങ്ങനെയൊക്കെ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വചനത്തിൽ കൂടെ പ്രാർത്ഥിച്ച് പഠിപ്പിച്ചതിന് ഒത്തിരി നന്ദി. ദൈവത്തിന്
ഒത്തിരി നന്ദി. തീർച്ചയായും സിസ്റ്ററെ, കർത്താവ് അത് തുറന്നതിന് നന്ദി. പറഞ്ഞ പോലെ തന്നെ കർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുവാൻ ശക്തനാണ്. ആ ജോലി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പക്ഷേ കർത്താവ് വഴി തുറന്ന് ഇന്ന് സാക്ഷ്യം പറയുന്ന രീതിയിലേക്ക് കർത്താവ് വിഷയത്തെ മാറ്റി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് എന്തെങ്കിലും മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഒരുമിച്ച് പറയല്ലേ? പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്ററെ, കേൾക്കുന്നുണ്ട്. ഇതെല്ലാരും മ്യൂട്ട് മാറ്റി വന്നുണ്ട്. എനിക്ക് എന്റെ മൂത്ത മകളും ഭർത്താവും 2 കുഞ്ഞുങ്ങളുണ്ട്. അവരാണ് കോഴിക്കോടാണ് താമസിക്കുന്നത്. അവർക്ക് പിന്നെ അവര് വലിയൊരു ചതിക്കുഴിയിൽ എന്നുവെച്ചാൽ ആരാധന സമ്പ്രദായത്തിൽ ഒരു വലിയൊരു പൈശാചിക ആരാധന സമ്പ്രദായത്തിൽ അവർ പെട്ട് കിടക്കുകയാണ്. അവരോട് എത്ര പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല. അവർ യേശുവിന്റെ മാർഗത്തിലേക്ക് വരണം. ഞാനും എന്റെ ഇളയ മകളും എന്റെ ഭർത്താവും യേശുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ മൂത്ത മകൾക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർ യേശുവിന്റെ മാർഗത്തിലേക്ക് വരണം. അതാണ് എന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും സിസ്റ്റർ, അവർ വരും. സിസ്റ്റർ വചനം കേട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാൻ അവരെ യേശുവിനാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന കർത്താവിനെ ആരാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കൂട്ടായ്മ ആചരിക്കുക, വചനം കേൾക്കുക. കർത്താവ് തന്നെ എല്ലാ കാര്യങ്ങളും കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. ഗോഡ് ബ്ലസ് സിസ്റ്റർ. കർത്താവ് വണ്ടിയിരിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ സുമയാണേ. പറഞ്ഞു സിസ്റ്റർ. ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വചനധ്യാനത്തിൽ പങ്കെടുക്കാൻ കൂടിയ പിന്നെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും തിരുവത്താഴത്തിന്റെ കാര്യങ്ങളൊക്കെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും ദൈവം ചെയ്തു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ധാരണകള്, പല ചിന്തകളൊക്കെ ആയിരുന്നെല്ലാം അത് അങ്ങനല്ല. അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്നുള്ള ആഴത്തിലേക്കുള്ള ടീച്ചിങ് കിട്ടിയത് കൊണ്ട് എനിക്കത് വളരെ അനുഗ്രഹമായി തീർന്നു. ദൈവം ബ്രദറിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആ വചനത്തെ അടിസ്ഥാനത്തിൽ എല്ലാ കൃപകളും ദൈവം എൻ്റെ ജീവിതത്തിലും അയക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനധ്യാനവും വചനത്തിന്റെ പഠിപ്പ് ഞാൻ എഴുതി വെച്ച് എല്ലാ ദിവസവും വചനം എടുത്ത് പ്രാർത്ഥിച്ച് പഠിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പുതിയ ജീവിതത്തിലെ ഒരു പുതിയ ചാപ്റ്ററാണ് ഈ വചന ആഴമായിട്ടുള്ള പഠിത്തം. എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സകലമൊത്തം കരയറ്റുന്നു. ബ്രദറിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കർത്താവിൽ വളരുക. കർത്താവ് ഇനിയും വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുത്തും കേട്ടോ. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവിൽ പ്രാർത്ഥിച്ചാൽ മതി, വലിയ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് സിസ്റ്റർ. കർത്താവ് വണ്ടിയിരിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് ലൈവിൽ കാണുന്നവരെ നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ലൈവിൽ കാണുന്നവരായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ കർത്താവിന് എന്തിനാണ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുക. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ പേജ് ഇതിലോട്ട് ജോയിൻ ചെയ്യുക. യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിൽക്കാതെ സൂമിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം ഇതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റിക്ക് മീതെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം യൂട്യൂബിലും അനേകർ കർത്താവിൻ്റെ വചനം ഇത് വീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വലിയ കൃപയാൽ, വലിയ ദൈവപ്രവർത്തികളാൽ കർത്താവ് നമ്മളെ ഓരോ ദിവസവും നിറയ്ക്കുന്നു. അപ്പോൾ ഇത് അനേകർക്ക് കൊടുക്കുക. വരുന്ന ലിങ്കുകൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ തുടക്കത്തിൽ ആ സൗകര്യം പറഞ്ഞതുപോലെ 16 വർഷമായിട്ട് രോഗത്തിലായിരുന്നു. കർത്താവ് സൗഖ്യമാക്കി. എവിടെ നിന്നാണ് ലിങ്ക് കിട്ടിയെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഒരു ലിങ്ക് വന്നു, അതിൽ പ്രവേശിച്ചു, പ്രാർത്ഥന കേട്ടു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വചനം പറയണം, ഏത് രീതിയിലാണ് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 16 വർഷമായിരുന്ന രോഗങ്ങൾ, ഒന്നല്ല നമ്മൾ കേട്ടത്, അനവധി സാക്ഷ്യങ്ങൾ കേട്ടു. അതൊക്കെയും മറ്റൊരാൾ നേരിട്ട് ഞാൻ കൊടുത്തതല്ല, പലരിലൂടെ കൈമാറി വന്നതാണ്. അപ്പോൾ സുവിശേഷം നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ്, യേശുവിനെ കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ പങ്കാളികളാണ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, വാട്സാപ്പിലായിക്കോട്ടെ, ഈ സുവിശേഷത്തിൽ പങ്കാളികളായി തീർന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകുക. യേശുവിനെ ഉയർത്തുക. തകർന്ന ഭവനങ്ങൾ യേശുവിനാൽ പണിയപ്പെടും. തലമുറകൾ നശിക്കുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കുടുംബജീവിതങ്ങൾ സാക്ഷ്യമായി തീരും.
അവരൊക്കെയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ വരുവാൻ നമ്മൾ മുഖാന്തരം, ഈ സുവിശേഷ മുഖാന്തരം കർത്താവ് നമ്മളെ ഇടയാക്കും. അതിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് കേട്ടോ. ഈ വചനം കേൾക്കുമ്പോഴും ഞാൻ ഈ വചനം പറയുമ്പോഴും ഒക്കെ എനിക്കും നിങ്ങൾക്കും എല്ലാം പ്രതിഫലമുണ്ട്. കർത്താവ് ഇതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഉയർത്തിയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഇന്ന് ലൈവ് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. എല്ലാ ദിവസത്തെ പോലെ കർത്താവെ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചന അടിസ്ഥാനത്തിൽ നമുക്ക്